ജ്വാല IPS അധ്യായം 10. ആർ.കെ. വർമ്മ നിന്നോ, അതിനു പിന്നിൽ ഇസ്രയേൽ ബാബുവും മർദ്ദമാധവനും നിന്നോ. എല്ലാ മുഖങ്ങളിലും അമ്പരപ്പായിരുന്നു. ഇത്ര ശക്തമായ ഭാഷയിൽ ആർ.കെ. വർമ്മയെ വിളിക്കാൻ ധൈര്യമുള്ള സ്ത്രീ ആരാണ്? ശത്രുക്കൾ പോലും ഇന്നുവരെ അയാളെ അങ്ങനെ വിളിച്ചിട്ടില്ല. പന്നി വർമ്മയെന്ന്. വർമ്മയും ഗുണ്ടകളും മാത്രമല്ല, അമ്മണി പോലും ജഗതയായിരുന്നു. ആരാണ് വിളിച്ചത്? ആർക്കാണ് അതിനുള്ള ധൈര്യമുണ്ടായത്? അപ്പോൾ കണ്ടു, കാറിന്റെ മറവിൽ നിന്ന് മുന്നോട്ട് വരുന്ന ഒരാൾ. ഒരു സ്ത്രീ. കൈലിയും ബ്ലൗസുമാണ് വേഷം. മധ്യവയസ്ക. ഒപ്പമൊരു ചെക്കനുമുണ്ട്. 10-11 വയസ്സ് തോന്നിക്കും ചെക്കന്. കീറി തുടങ്ങിയ നിക്കറാണ് വേഷം. ബട്ടൺസോ ഹുക്കോ ഒന്നും ഇല്ലാത്തതിനാൽ അവൻ നിക്കറിന്റെ മുൻഭാഗം അകത്തേക്ക് കുത്തിവെച്ചിരിക്കുകയാണ്. അവന്റെ കയ്യിൽ 2 വലിയ മെറ്റൽ കഷ്ണങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു. കാറിന് മുന്നിലെത്തിയതും അവൻ മെറ്റൽ കഷ്ണങ്ങൾ ഒരു കൈയിലാക്കിയിട്ട് കാറിന്റെ ഹെഡ്ലൈറ്റിൽ തടവി നോക്കാൻ തുടങ്ങി. വർമ്മയുടെയും അനുചരന്മാരുടെയും കാലിന്റെ പെരുവിരൽ മുതൽ അങ്ങോട്ട് പെരുത്തു കയറുകയാണ്. സ്ത്രീ കാറിന് മുന്നിൽ നിന്നു. വായിൽ കിടന്നിരുന്ന മുറുക്കാൻ തുപ്പൽ ചുണ്ടുകൾക്ക് മുകളിൽ 2 വിരൽ ചേർത്ത് വെച്ച് ഇടയിലൂടെ നീട്ടിയൊന്ന് തുപ്പി. പിന്നെ ഇടതു കൈ എളിയിൽ തിരുകിക്കൊണ്ട് പറഞ്ഞു, എടോ പന്നി വർമ്മേ, അമ്പരക്കണ്ടടോ, ഞാൻ തന്നെയാ ഇയാളെ അങ്ങനെ വിളിച്ചത്. ആണുങ്ങളില്ലാത്ത പെരയിൽ കയറി തെമ്മാടിത്തരം കാണിച്ചേച്ച് പോകാമെന്ന് കരുതിയോ താൻ? ത്രേസ്യാമ്മേ, അലറുകയായിരുന്നു വർമ്മ. ഓ, അപ്പോൾ താനെന്നെ മറന്നിട്ടില്ല അല്ലയോ? ത്രേസ്യാമ്മയ്ക്ക് കൂസലില്ല. എടി. വർമ്മ അണപ്പല്ലുകൾ ഞെരിച്ചുടയ്ക്കുന്ന ശബ്ദം അടുത്തു നിന്നവർക്കും കേൾക്കാമായിരുന്നു. ഓ, പിന്നെ ഒലത്തി. തന്റെ ഈ അലർച്ചയൊക്കെ കൂടെ നിൽക്കണ മണങ്ങൂസന്മാരുടെ അടുത്ത് മതി, ത്രേസ്യാമ്മയുടെ അടുത്ത് വേണ്ട. കോപം കൊണ്ട് വിറയ്ക്കുകയാണ് വർമ്മ. അയാളുടെ ഒരാജ്ഞയ്ക്ക് കാത്തു നിൽക്കുകയാണ് അനുചരന്മാർ. പക്ഷെ എന്തോ വർമ്മ നിർദ്ദേശം കൊടുക്കുന്നില്ല. ത്രേസ്യാമ്മ തുടർന്നു, ഇത് തൊറയാ വർമ്മേ, ഇവിടെ വന്ന് കളിച്ച് ജയിച്ചിട്ട് പോകാമെന്ന് കരുതല്ലേ. നാറ്റക്കേസാവും. ഇതിപ്പോ അമ്മണി എന്നാ ചെയ്തെന്നാ നിങ്ങൾ പറയണത്? ഓടെ ഭർത്താവിനെ താനങ്ങ് തിരിച്ചു കൊടുത്തേര്. ഓള് പിന്നെ മിണ്ടത്തില്ല. അതെന്നാ നിങ്ങൾ ചെയ്യാത്തേ? ഇത്രയൊക്കെ ആയപ്പോൾ ആൺ പെൺ ഭേദമില്ലാതെ തുറയിലുള്ളവർ അങ്ങോട്ടടുത്തു തുടങ്ങി. മിനിറ്റുകൾ കഴിയും തോറും ആൾക്കാരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇസ്രയേൽ ബാബുവും മർദ്ദമാധവനും മുഖാമുഖം നോക്കി. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ നിലയ്ക്ക് രാജപ്പൻ എന്നാ പറ്റിയെന്ന് പറഞ്ഞേച്ച് പോയാ മതി വർമ്മേ. താനയാളെ എവിടെയാ അയച്ചിരിക്കുന്നതെന്ന് ഞങ്ങളുടെ ഒന്നറിയട്ടെ. ബാബു, വെട്ടിയെറിയടാ ഈ പട്ടിച്ചിയെ. സർവ്വ നിയന്ത്രണങ്ങളും നഷ്ടമായ വർമ്മയുടെ ആജ്ഞയായിരുന്നു അത്. ഒരേ നിമിഷത്തിലാണ് ഇസ്രയേൽ ബാബുവും മർദ്ദമാധവനും മുന്നോട്ട് കുതിച്ചത്. നിക്കടാ അവിടെ. ത്രേസ്യാമ്മ കൈചൂണ്ടി. ഒപ്പം അവർ പിന്നിൽ തിരികിയിരുന്ന കറിക്കത്തി വലിച്ചെടുക്കുകയും ചെയ്തു. ബാബുവും മാധവനും ഒന്ന് പതറി. ഇനി വാടാ, മീൻ മുറിക്കണ കത്തിയ, മൂർച്ചയുണ്ടോന്ന് കാട്ടിത്തരാമടാ. ഗുണ്ടകൾ നിസ്സഹായരാകുന്നത് കണ്ടപ്പോൾ വർമ്മയും ഒന്ന് പതറി. എന്നതാടാ, വെട്ടിയെറിയണ്ടേ? ത്രേസ്യാമ്മ പുച്ഛിച്ചു. എന്നെ വെട്ടിയരിഞ്ഞേച്ചി ഈ തുറയെന്ന് പോകാമെന്ന് തോന്നുന്നുണ്ടോ? എങ്കി അതൊന്ന് കാണട്ടടാ. അപ്പോഴേക്കും തടിമിടുക്കുള്ള കുറെ ആണുങ്ങൾ ത്രേസ്യാമ്മയ്ക്ക് പിന്നിൽ അണിനിരന്നു. ജീവനും മാനവും വേണമെങ്കിൽ മുതലാളി പോയാട്ടെ. നിങ്ങൾ പട്ടണത്തിൽ വലിയ കോപ്പായിരിക്കും. ഞങ്ങൾ പക്ഷേ നിങ്ങൾക്ക് ചാളയുടെ വില പോലും തരില്ല. വർമ്മയുടെ നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ ഉരുണ്ടുകൂടാൻ തുടങ്ങിയിരുന്നു. ജനങ്ങൾ അവർക്ക് ചുറ്റും ഒരു കനത്ത വലയമായി മാറിയിരിക്കുകയാണ്. ഒരിക്കൽ തന്റെ മോടെ മുഖത്ത് മീൻവെള്ളം ഒഴിച്ചതിന്റെ പേരിൽ എന്റെ വീട് കത്തിച്ചോനാ താൻ. ഒന്നും മറന്നിട്ടില്ല ഞാൻ, ഒന്നും. എല്ലാം ഒന്ന് തുറന്നു പറഞ്ഞാലുണ്ടല്ലോ, ഈ ജനങ്ങള് നിന്നെയും കത്തിക്കും, പളപളാന്നിരിക്കണ ഈ കാറും കത്തിക്കും, അറിയാമോ? വർമ്മ മിണ്ടിയില്ല. കാരണം മുന്നിൽ നിൽക്കുന്ന ത്രേസ്യാമ്മ ഒരു കത്തുന്ന തീപ്പന്തമാണെന്ന് അയാൾക്കറിയാമായിരുന്നു. രഹസ്യങ്ങളുടെ കുഴിബോംബാണിവൾ. നിന്ന് വേർക്കാതെ രാജപ്പൻ എന്തിയെന്ന് പറഞ്ഞാട്ടെ മുതലാളി. അല്ലേൽ തന്നെ പെടുക്കാൻ വിടത്തില്ല ഞങ്ങൾ. ഓരോ മിനിറ്റ് കഴിയും തോറും രംഗം കൂടുതൽ വഷളാകുകയാണ്. എത്രയും വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ സംഗതി കുഴയും. അമ്മേ, ഞാൻ ഈ ലൈറ്റ് എറിഞ്ഞു പൊട്ടിക്കട്ടെ? കാറിന്റെ ഹെഡ്ലൈറ്റിന് നേരെ ഒരു കൈ ചൂണ്ടി മറുകയിൽ മെറ്റൽ കഷ്ണമോങ്ങി ഒരു കണ്ണടച്ച് ഉന്നം പിടിച്ചുകൊണ്ടാണ് ത്രേസ്യാമ്മയുടെ മോന്റെ ചോദ്യം. ഇപ്പോ വേണ്ട മോനെ, അമ്മ പറയാം. എന്നാൽ ഈ മൊട്ടത്തലേന്റെ തലയ്ക്ക് വെച്ച് കാച്ചട്ടെ. ഇസ്രയേൽ ബാബുവിന്റെ തലയിലേക്കായി അവന്റെ നോട്ടം. ബാബു കണ്ണുരുട്ടി. അത് കണ്ട് പയ്യൻ കൊഞ്ഞനം കുത്തി. പോടാ മരയോന്തേ, സമയം പോണു മുതലാളി. രാജപ്പൻ എന്തിയെന്ന് പറഞ്ഞാട്ടെ. ജനം അക്ഷമരായി. പെട്ടെന്ന് ആർ.കെ. വർമ്മ ഒരു റിവോൾവർ വലിച്ചെടുത്തു. ഒപ്പം ഇസ്രയേൽ ബാബുവും. വർമ്മ ആകാശത്തേക്ക് ഒന്ന് നിറയൊഴിച്ചു. വെടിയൊച്ച നടുക്കമായി അവരിൽ പടർന്നു. ഏത് എരപ്പാളിക്കാടാ രാജപ്പനെ കുറിച്ച് അറിയേണ്ടത്? വാടാ, ഈ റിവോൾവർ കൊണ്ട് മറുപടി തരുന്നുണ്ട് ഞാൻ. ജനങ്ങളൊന്ന് പതറി. വർമ്മയും ഗുണ്ടകളും കാറിനടുത്തേക്ക് വന്നു. ആൾക്കാർ തെല്ലകന്നു.
മകൻ ത്രേസ്യാമ്മയുടെ പിന്നിലേക്ക് മാറി. അവർ കാറിൽ കയറി. വർമ്മ അമ്മണിയോട് പറഞ്ഞു, എടീ പട്ടിച്ചി, ഞാൻ പറഞ്ഞതിന് എന്തെങ്കിലും മാറ്റമുണ്ടായാലുണ്ടല്ലോ. ബാബു കാർ സ്റ്റാർട്ട് ചെയ്ത് പിന്നോട്ടെടുത്തു. അതിനിടെ കത്തുന്ന 4 കണ്ണുകളിൽ കൂട്ടിമുട്ടി ആർ.കെ. വർമ്മയും ത്രേസ്യാമ്മയും. കാർ പാഞ്ഞുപോയി. ത്രേസ്യാമ്മ അമ്മണിയെ സമീപിച്ചു. ഇതൊന്നും കണ്ട് നീ പേടിക്കണ്ടടി. നിന്റെ ഭർത്താവ് എവിടാന്ന് അറിയുന്നവരെ പിന്നോട്ട് മാറരുത്. അമ്മണി പക്ഷേ ഒന്നും പറഞ്ഞില്ല. പച്ചമുള വെട്ടിച്ചീന്തുപോലെ ഒറ്റ കരച്ചിലായിരുന്നു. കാറിലിരിക്കുമ്പോഴും ആർ.കെ. വർമ്മയുടെ രോഷം അടങ്ങിയിരുന്നില്ല. ബാബു, ഇനി ആ കഴിവേറി മോളെ ബാക്കി വെച്ചുകൂടാ. വെടിമരുന്നാണവൾ. ഒരു തീപ്പൊരി പാറി വീണാൽ എല്ലാം അവസാനിച്ചു. ശരി സാബ്. തീരുമാനിച്ചുറത്തതുപോലെ ബാബു തലകുലുക്കി. കാർ തുറ പിന്നിട്ടിരുന്നില്ല. പൊടുന്നനെ എതിരെ പോലീസ് ജീപ്പ് വരുന്നത് കണ്ടു. വർമ്മ നെറ്റിച്ചുളിച്ചു. ജീപ്പ് കടന്നുപോയി. അതിൽ CI മുഹമ്മദിനെ കൂടി കണ്ടപ്പോൾ അയാൾ ഒന്ന് തീർച്ചയാക്കി. എടാ ബാബുവേ, അമ്മണിയെ തേടിയാണ് യാത്ര. ഷുവർ. തിരിച്ചുപോയി നോക്കണോ സാബ്? വേണ്ട. അമ്മണിയുടെ വീടിന് മുന്നിൽ തന്നെയാണ് പോലീസ് ജീപ്പ് നിന്നത്. ആൾക്കാർ അപ്പോഴും പിരിഞ്ഞു പോയിട്ടില്ലായിരുന്നു. അമ്മണിക്കെന്തോ അത്യാഹിതം സംഭവിച്ചുവെന്ന് കരുതിയാണ് മുഹമ്മദും വനിതാ കോൺസ്റ്റബിൾസും കാറിൽ നിന്നിറങ്ങിയത്. എന്താ ഇവിടെ? മുഹമ്മദ് അടുത്തു നിന്നിരുന്ന ഒരുവനോട് തിരക്കി. ആ വർമ്മ ഇവിടെ വന്ന് അമ്മണിയെ ഭീഷണിപ്പെടുത്തിയിട്ട് പോയി. പലരും ചേർന്നാണ് CIയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ഒക്കെ കേട്ടുകഴിഞ്ഞ് മുഹമ്മദ് അമ്മണിക്കരികിലെത്തി. നീ ഇതൊന്നും കണ്ട് ഭയപ്പെടേണ്ട അമ്മണി. നിന്റെ ഭർത്താവിനെ തന്നേ പറ്റൂ. അതിന് അടുത്ത നടപടിക്കായി നിന്നെ കൂട്ടിക്കൊണ്ടു ചെല്ലാനാ ജ്വാല സാറ് ഞങ്ങളെ അയച്ചിരിക്കുന്നത്. ഇല്ല സാറേ, ഞാനിനി ഒരിടത്തും വരത്തില്ല. എന്റെ പൊന്നുമക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാനും ജീവിച്ചിരിക്കില്ല. നിനക്കൊന്നും സംഭവിക്കില്ല അമ്മണി. CI ഉറപ്പ് നൽകി. നീ ചെല്ലമ്മണി, ത്രേസ്യാമ്മയും പറഞ്ഞു. പക്ഷേ എന്തൊക്കെയായിട്ടും പോകാൻ തയ്യാറായില്ല അമ്മണി. എന്റെ പരാതി അങ്ങ് കളഞ്ഞേരെ സാറേ. അങ്ങേര് എപ്പോഴേലും വരട്ടെ, ഞാൻ കാത്തിരുന്നോളാം. കരയുകയാണവൾ. വർമ്മ ഇവിടെ വന്ന് ഭീഷണിപ്പെടുത്തിയതിന് ഇവരൊക്കെ സാക്ഷികളല്ലേ അമ്മണി. ആ വിവരം കാണിച്ച് ഒരു പരാതി കൂടി നീ തന്നാൽ അയാൾ കുരുങ്ങിയത് തന്നെ. ഇല്ല, ഞാൻ തരില്ല. ആകുന്നത്ര മുഹമ്മദും തുറയിലുള്ളവരും നിർബന്ധിച്ചു നോക്കി. പക്ഷേ അമ്മണി വഴങ്ങിയില്ല. അവസാനം നിരാശയോടെ CI മുഹമ്മദ് മടങ്ങി. ഓഫീസിൽ ജ്വാല ഉണ്ടായിരുന്നു. വിവരങ്ങൾ മുഹമ്മദിൽ നിന്നും കേട്ടറിഞ്ഞ അവൾക്ക് അത്ഭുതമില്ലായിരുന്നു. പക്ഷേ നിരാശയുണ്ടായിരുന്നു. പ്രതികരണശേഷി നഷ്ടപ്പെടുകയാണ് ഈ സമൂഹത്തിന്റെ. ഇങ്ങനെ വന്നാൽ വർമ്മയെ പോലെയുള്ള അധമന്മാർ കൂടുതൽ ശക്തി ആർജിക്കുകയേ ഉള്ളൂ. ഏതായാലും അമ്മണിയെ അടുത്ത ദിവസം നേരിൽ പോയി കാണണമെന്നു തന്നെ ജ്വാല തീരുമാനിച്ചു. വൈകിട്ട് വീട്ടിലെത്തിയ ജ്വാല രാജപ്പനെക്കുറിച്ച് മദനോട് തിരക്കി. പക്ഷേ അവനും അയാളെക്കുറിച്ച് യാതൊന്നും അറിയില്ലായിരുന്നു. അത്താഴം കഴിഞ്ഞ് കിടക്കും മുമ്പ് പ്രിയങ്ക മകളോട് തിരക്കി. മദൻ പിഗ് ഫാമിൽ ചെല്ലാത്തത് അയാൾക്ക് കൂടുതൽ ദേഷ്യമുണ്ടാക്കും. എന്താ നിന്റെ ഉദ്ദേശം? നാളെ മുതൽ ഏട്ടൻ പോകട്ടെ. അതിനു മുമ്പ് എനിക്ക് ഏട്ടനോട് ചിലത് സംസാരിക്കാനുണ്ട്. അവൾ മദന്റെ മുറിയിലെത്തി. ഏട്ടാ. നേരത്തെ ജ്വാല എടുത്തിരുന്ന ഫോട്ടോയിലേക്ക് നോക്കിയിരിക്കുകയായിരുന്ന മദൻ പെട്ടെന്ന് തലയുയർത്തി. എന്താ ജ്വാലെ? അവൾ അവന്റെ അരികിലായി കിടക്കയിലിരുന്നു. നാളെ മുതൽ ഏട്ടൻ പിഗ് ഫാമിൽ പോകണം. അയ്യോ, അത് വേണ്ട ജ്വാലെ, അയാള് എന്നെ കൊല്ലും. ഇല്ലെന്നേ, ഏട്ടൻ ഏട്ടനായി തന്നെ നിന്നാൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒന്നും മനസ്സിലാകാതെ ജ്വാലയെ വിളിച്ചു നോക്കി അവൾ തുടർന്നു. ഇങ്ങോട്ട് ഏട്ടനെ ആക്രമിച്ചാൽ ഒന്നും നോക്കണ്ട, തിരിച്ചടിക്കണം. അവസാനം ആ വർമ്മ തന്നെ പറയണം ഏട്ടനെ അവിടെ വേണ്ടെന്ന്. അവൻ കേട്ടിരുന്നു. അന്ന് അർദ്ധരാത്രി ആകുവോളം ജ്വാല അവന്റെ മുറിയിലായിരുന്നു. അവന്റെ ഭീതി പൂണ്ട മനസ്സിനെ സാന്ത്വനമേകുകയായിരുന്നു അവൾ. അതിലൂടെ ആ മനസ്സിന് ധൈര്യം പകരുകയായിരുന്നു. അവന്റെ ശക്തിയെ അവനെ തന്നെ ബോധ്യപ്പെടുത്തുകയായിരുന്നു അവൾ. അടുത്ത ദിവസം ഓഫീസിൽ പോകുവാൻ തയ്യാറായി കഴിഞ്ഞിരുന്നു ജ്വാല. മദനും അവളും ഒന്നിച്ചാണ് ഭക്ഷണം കഴിക്കാൻ ഇരുന്നത്. ഏട്ടൻ കൂടി പോന്നോളൂ, ഞാൻ പിഗ് ഫാമിലിറക്കാം. അർദ്ധമനസ്സോടെ അവൻ തലകുലുക്കി. ഇരുവരും ജീപ്പിൽ കയറുമ്പോൾ പ്രിയങ്കയുടെ നെഞ്ചിടിപ്പേറിയിരുന്നു. 2-3 നാൾ മദൻ ചെല്ലാതിരുന്നതിന് വർമ്മ എങ്ങനെയാവും പ്രതികരിക്കുക? പോരെങ്കിൽ താൻ അയാളെ തല്ലുകയും അപമാനിക്കുകയും ചെയ്തതുമാണ്. അവൾ ദീർഘമായി നിശ്വസിച്ചു. പിഗ് ഫാമിന് മുന്നിലെത്തിയപ്പോൾ ജ്വാല ജീപ്പ് നിർത്തി. മദൻ ഇറങ്ങി. ഏട്ടാ, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? അവൻ തലകുലുക്കി. അവൾ ജീപ്പ് വിട്ടുപോയി. തെല്ലകലെ ചെന്നപ്പോൾ വർമ്മയുടെ ടാറ്റ ഇൻഡിക്ക കാർ എതിരെ വന്നു. ഇരുവരും പരസ്പരം കാണുകയും ചെയ്തു. ജ്വാലയെ കണ്ടതിന്റെ ദേഷ്യത്തോടെയാണ് ആർ.കെ. വർമ്മ പിഗ് ഫാമിൽ വന്നിറങ്ങിയത്. ആദ്യം കണ്ട മുഖം മദന്റെയും
പോരെ പൊടിപൂരം. അയാളുടെ മനസ്സിലുണ്ടായിരുന്ന പകയും വിദ്വേഷവും അതോടെ തിളച്ചുമറിഞ്ഞു. മറ്റ് പണിക്കാരെ ഒന്നും ശ്രദ്ധിക്കാതെ വർമ്മ അവന് നേരെ കുതിച്ചു. നായിന്റെ മോനെ, എവിടെയായിരുന്നടാ നീ? ഇവിടെ വന്നിട്ടും വായിൽ നോക്കി നിൽക്കാതെ പോയി പന്നിയെ പിടിച്ചോണ്ട് വാടാ. അയാൾ അവന്റെ കഴുത്തിൽ പിടിച്ചു തള്ളി. താഴെ വീഴാതെ ഒരു വിധത്തിൽ നിന്നിട്ട് അവൻ തിരിഞ്ഞു നോക്കി. എന്താടാ നോക്കി പേടിപ്പിക്കുന്നത് പട്ടി? വർമ്മ പിന്നെയും മുന്നോട്ടെടുത്തു. പക്ഷേ മദൻ പന്നിക്കൂട്ടിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരുന്നു. അവൻ പന്നിയെ പിടിച്ച് കാലുകൾ കൂട്ടിക്കെട്ടി എടുത്തുകൊണ്ടുവന്ന് മരക്കുറ്റിയിൽ വെച്ചു. കത്തി തേക്കുകയാണ് ക്ലീറ്റസ്. ഒരു വെട്ടുകത്തിയേക്കാൾ വലുതാണ് പന്നിയെ കൊല്ലുന്ന ആ കത്തി. ബ്ലേഡിന്റെ മൂർച്ചയും. ക്ലീറ്റസ് കത്തിയുമായി വന്നു. എവിടായിരുന്നടാ 2-3 നാൾ? വർമ്മ പിന്നെയും മദന്റെ അടുത്തെത്തി. ആജീവനാന്തം ഇവിടെ ജോലി ചെയ്തോളാമെന്ന് എഴുതി തന്നിട്ടുള്ളവനല്ലേ നീ? വർമ്മ അവന്റെ താടിക്ക് തട്ടി. അതോ പെങ്ങളെ പോലീസ് പറഞ്ഞോ ഇനി ഇങ്ങോട്ട് വരണ്ടാന്ന്? അയാൾ അവന്റെ കവളിൽ കുത്തിപ്പിടിച്ചു. വിട്, അവൻ പറഞ്ഞു. ഇല്ലെങ്കിലോടാ കഴുതേ. പിടി ഇത്തിരി കൂടി മുറുകി. മദന്റെ കണ്ണുകളിൽ ഇത്രയും കാലം ഇല്ലാതിരുന്ന ഒരു ഭാവം മൊട്ടിട്ടു. മുഖത്തെ മാംസപേശികൾ വിറച്ചു. ജ്വാല കഴിഞ്ഞ രാത്രിയിൽ പറഞ്ഞതൊക്കെ അവന്റെ കാതുകളിൽ പ്രതിധ്വനിച്ചു. മുതലാളി വിട്, മനസ്സിലടാ. പിടി പിന്നെയും മുറുകുകയാണ്. എലിയെ നോവിക്കുന്ന പൂച്ചയായി വർമ്മ. പൊടുന്നനെയാണ് മദന്റെ ഭാവം മാറിയത്. വിടാനല്ലേ പറഞ്ഞത് എന്നൊരലർച്ചയും ഒരു തട്ടും. വർമ്മയുടെ പിടി അയഞ്ഞുപോയി. ആസുരഭാവത്തിലാണ് മദൻ വെട്ടിത്തിരിഞ്ഞത്. കത്തിയുമായി നിന്നിരുന്ന ക്ലീറ്റസ് പോലും ഒന്ന് കിടുങ്ങി. അപ്പോഴേക്കും മദൻ ആ കത്തി തട്ടിപ്പറിച്ചിരുന്നു. അവന്റെ കയ്യിൽ കത്തി പുളഞ്ഞു. മരക്കുറ്റിയിൽ കിടന്നിരുന്ന പന്നിയുടെ തലയറ്റു വീണു. ചോര ചീറ്റി. കുറെ വർമ്മയുടെ വസ്ത്രത്തിലും വീണു. പന്നിയുടെ ഉടലും തലയും തറയിൽ കിടന്ന് പിടച്ചു. എടാ, വർമ്മ അലറി. ചോരയൊലിക്കുന്ന കത്തിയുമായി മദൻ തിരിഞ്ഞു. ഒരസുരനെ പോലെ. അവനെ അടിക്കാൻ ഭാവിക്കുകയായിരുന്നു വർമ്മ. പക്ഷേ മദന്റെ ചുരുട്ടിയ കൈത്തലം ചീറി വന്നു. വർമ്മയുടെ മൂക്ക് ചതഞ്ഞു. വല്ലാത്തൊരു വിലാപത്തോടെ വർമ്മ പിന്നോട്ട് വേച്ചു. അധ്യായം 11. സർവരും സ്തബ്ധരായ ഒരു നിമിഷമായിരുന്നു അത്. ആരും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാതിരുന്ന കാര്യം. മന്ദബുദ്ധിയായ മദൻ പ്രതികരിക്കുക മുഖം കോടിപ്പോയതുപോലെയോ മൂക്കിന്റെ പാലം ഒടിഞ്ഞ് തകർന്നതുപോലെയോ ഒക്കെയാണ് വർമ്മയ്ക്ക് തോന്നിയത്. കണ്ണുകൾക്ക് മുന്നിൽ സർവത്ര അന്ധകാരം. സംഭവിച്ചത് എന്താണെന്ന് തിരിച്ചറിയാൻ അയാൾക്ക് ഏതാനും സെക്കൻഡുകൾ വേണ്ടിവന്നു. കാറിനരികിൽ അപ്രതീക്ഷിതമായ ഈ രംഗം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന ഇസ്രയേൽ ബാബു മുന്നോട്ട് കുതിച്ചു വന്നു. മദന്റെ കയ്യിലിരുന്ന കത്തിയിൽ നിന്ന് അപ്പോഴും ചോരത്തുള്ളികൾ ഇറ്റു വീണു. പന്നിയുടെ ഉടലിന്റെ പിടച്ചിൽ ഇനിയും തീർന്നിട്ടില്ല. തല ഒരു വശം ചരിഞ്ഞ് നിശ്ചലമായി കിടക്കുന്നു. യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വന്നതോടെ വർമ്മയ്ക്ക് കോപവും അപമാനവും ഒന്നിച്ചുണ്ടായി. ആഹാ, അത്രയ്ക്കായോടാ നീ? അയാൾ മുഖം തുടച്ചപ്പോൾ കൈവെള്ളയിൽ ചോരയുടെ നിറം പടർന്നു. മൂക്കിൽ നിന്ന് ചോര ഒലിക്കുന്നു. അയാളിൽ നിന്ന് ദൃഷ്ടികൾ പിൻവലിക്കാതെ, തെല്ലും കോപമണയാതെ കത്തിയുമായി നിൽക്കുകയായിരുന്നു മദൻ. ആസുരമായ ആ ഭാവത്തിനു മുന്നിൽ ഏവരും ഒന്ന് പതറി. പട്ടിയുടെ മോനെ, എന്റെ നേരെ കൈ ഓങ്ങിയിട്ടുള്ളവർ പിന്നീട് ആ കൈ കണ്ടിട്ടുകൂടിയില്ല. അറിയാമോ നിനക്ക്? വർമ്മ മുന്നോട്ടാഞ്ഞ് കൈ ആഞ്ഞു വീശി. തന്റെ ഇടത് കൈ കൊണ്ട് മദൻ ആ കൈയിൽ പിടിക്കുകയും ഒന്ന് വട്ടം തിരിച്ച് വർമ്മയുടെ മുതുകിൽ ഊക്കോടെ ഒരു തൊടി കൊടുക്കുകയും ചെയ്തു. വർമ്മ മണ്ണിലേക്ക് മൂക്കുകുത്തി വീണു. എടാ, ഇസ്രയേൽ ബാബു അവനെ അടിക്കാനായി കുതിച്ചപ്പോൾ അവൻ കത്തി വീശി. അടുത്തു വരരുത്, വെട്ടിക്കൊല്ലും ഞാൻ. ഒരദൃശ്യ ഭിത്തിയിൽ വന്നിടിച്ചതുപോലെ നിന്നുപോയി ബാബു. മദന്റെ മുഖം കണ്ടാൽ പറഞ്ഞതുപോലെ ചെയ്തു കളയും എന്ന കാര്യത്തിൽ തർക്കമേ ഉണ്ടായിരുന്നില്ല. മദൻ മീശയൊന്ന് പിരിച്ചു വെച്ചു. ഇപ്പോൾ ആ മുഖത്തിന് ഇരട്ടി ഗാംഭീര്യം കൈവന്നു. ക്ലീറ്റസ് ആണ് വർമ്മയെ തറയിൽ നിന്ന് പിടിച്ചുയർത്തിയത്. എടാ പൊട്ടൻ ചെറുക്ക, മഹാഭാബി, നീ എന്താടായി കാണിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് വസന്തയും ഓടി വന്നു. നീ പോടി കോഴി വസന്തേ, കാട്ടുകോഴി, അവൻ അലറി. പലപ്പോഴും ഇവൾ തന്നെ കൊണ്ട് അടിമപ്പണി ചെയ്യിച്ചിട്ടുള്ളതാണ്. പെട്ടെന്ന് അവന് ഓർമ്മ വന്നത്. ഞൊടിയിടയിൽ അവൻ അവളുടെ തലമുടിയിൽ കുത്തിപ്പിടിച്ച് വട്ടം കറക്കി ആഞ്ഞു വിട്ടു. എന്റെ ദൈവമേ എന്ന് നിലവിളിച്ചുകൊണ്ട് അവൾ കറങ്ങിച്ചെന്നിടിച്ചത് കോഴിക്കോടിന്റെ സൈഡിൽ വെച്ചിരുന്ന നെറ്റിലാണ്. അതും തകർത്തുകൊണ്ട് അവൾ കോഴികൾക്കിടയിലേക്ക് വീണു. കോഴികൾ ഇളകി പറന്നു. എന്റെ ദൈവമേ, ഈ കുട്ടി ചെകുത്താന് ഭ്രാന്ത് പിടിച്ചേ, ഇവൻ എന്നെ കൊന്നേ. അവിടെ കിടന്നുകൊണ്ട് അവൾ നിലവിളിച്ചു. എന്തോന്ന് നോക്കി നിൽക്കുവാടാ കഴിവേറി മോന്മാരെ, കൊത്തി നിറുക്കടാ ഇവനെ, വർമ്മയുടെ കൽപ്പന. ഇസ്രയേൽ ബാബുവും വിക്രമനും ക്ലീറ്റസും അവിടുത്തെ മറ്റ് 2 തൊഴിലാളികളും പെട്ടെന്ന് മദനെ വളഞ്ഞു. മദൻ ഒരു വട്ടം എല്ലാവരെയും ഒന്ന് നോക്കി.
ജ്വാലയുടെ വാക്കുകൾ കാതിൽ മുഴങ്ങി. അടി തുടങ്ങിയാൽ പിന്നെ ഒന്നും നോക്കരുത്, ഒന്നും ചിന്തിക്കരുത്, ശ്രദ്ധ ഒന്ന് മാത്രമായിരിക്കണം, ശത്രുവിന്റെ പരാജയം. ബാബുവിന്റെ കഴുത്തിലാക്കാക്കി അവൻ കനത്ത കത്തി ആഞ്ഞെറിഞ്ഞു. അവൻ തെന്നി മാറിക്കളഞ്ഞു. കത്തി ചെന്ന് കൊണ്ടത് വർമ്മയുടെ ടാറ്റ ഇൻഡിക്കയുടെ മുൻ ഗ്ലാസിൽ. വല്ലാത്തൊരു ശബ്ദത്തോടെ ഗ്ലാസ് തകർന്നു. വർമ്മ നെഞ്ചിൽ കൈവച്ചു. സബിതയ്ക്ക് വേണ്ടി വാങ്ങിയ പുതിയ കാറാണ്. അപ്പോൾ മദനെ ചുറ്റുനിന്ന് ആക്രമിക്കുകയായിരുന്നു അവർ. അവൻ ശക്തമായി ചെറുത്തുനിന്നു. അവന്റെ കൈകൾക്ക് ഉരുക്കിന്റെ കരുത്താണെന്ന് നിമിഷങ്ങൾക്കുള്ളിൽ ശത്രുക്കൾക്ക് ബോധ്യമായി. പിന്നിൽ നിന്ന് അവനെ ക്ലീറ്റസ് വട്ടം പിടിച്ചു. അവൻ അയാളെ കുടഞ്ഞെറിഞ്ഞു. ഇസ്രയേൽ ബാബുവിന്റെ ഒരു കനത്ത താടനം തന്റെ അടിവയറ്റിൽ ഏറ്റപ്പോൾ കണ്ണു തള്ളിപ്പോയി മദന്. പക്ഷേ അടുത്ത നിമിഷം അവൻ തിരിച്ചടിച്ചു. ബാബുവിന്റെ തല പിടിച്ച് ഇറച്ചി വിട്ടുന്ന തടിയിലിടിച്ചു. അമ്മേ! തലയോട് പിളർന്നതുപോലെ ബാബു നിലവിളിച്ചു. അടിവയറ്റിൽ ചവിട്ടി പിന്നോട്ടൊരു തള്ളുകൂടി കൊടുത്തിട്ട് മദൻ വെട്ടിത്തിരിഞ്ഞു. ക്ലീറ്റസിന്റെയും വിക്രമന്റെയും ശിരസുകൾ പിടിച്ച് കൂട്ടിയിടിച്ചു. അവരുടെ തലച്ചോറിനുള്ളിൽ നക്ഷത്രങ്ങൾ മിന്നി. കുറെ സഹിച്ചടാ ഞാൻ. ഇനി എനിക്ക് മനസ്സിലടാ, എനിക്കും ആണായി ജീവിക്കണമടാ. ഇടയ്ക്കിടെ പിറുപിറുക്കുന്നുണ്ടായിരുന്നു മദൻ. വർമ്മ അന്തിച്ചു നിൽക്കുകയാണ്. ഇസ്രയേൽ ബാബു ഉൾപ്പെടെ 5 പേർ നോക്കിയിട്ടും ഇവനെ കീഴടക്കാൻ പറ്റുന്നില്ലല്ലോ. ആദ്യമൊക്കെ കുറേയേറെ അടികൾ മദനും കിട്ടി. കാരണം ഒഴിഞ്ഞു മാറാനൊന്നും അവൻ അറിയില്ലല്ലോ. കോഴികൾക്കിടയിൽ നിന്ന് ഒരു വിധേന എണീറ്റ വസന്ത അവിടെ കിടന്നിരുന്ന ഒരു തടികഷ്ണവുമായി പാഞ്ഞു വന്നു. മദൻ താൻ വെട്ടിക്കൊന്നിരുന്ന പന്നിയുടെ കാലുകളിൽ പിടിച്ചുയർത്തി വീശിയടിച്ചു. വസന്ത വല്ലാത്തൊരു വിലാപത്തോടെ അവിടെ തന്നെ വീണ് അബോധാവസ്ഥയിലായി. ഇവൻ ഇന്ന് ഈ ഫാം തന്നെ തകർത്തു കളയുമെന്ന് വർമ്മയ്ക്ക് തോന്നി. അയാൾ കീശയിൽ തപ്പിനോക്കി. പക്ഷേ റിവോൾവർ അവിടെ ഉണ്ടായിരുന്നില്ല. വീട്ടിലെ അലമാരയ്ക്കുള്ളിലാണ്. എടുക്കാൻ മറന്നുപോയി. ഇസ്രയേൽ ബാബു സർവശക്തിയും സമാഹരിച്ച് ഒരിക്കൽ കൂടി കുതിച്ചുയർന്നു. മദൻ ചത്ത പന്നിയുടെ തലയെടുത്ത് അവന്റെ മൊട്ടത്തലയിൽ ഒറ്റയടി. അവിടെ തന്നെ വീണു ബാബുവും. മറ്റുള്ളവർ പതറിയും പരിഭ്രമിച്ചും അവനെ നോക്കി നിൽക്കുകയാണ്. അവനോടടുക്കാൻ എല്ലാവർക്കും പേടി. വസന്ത ഒന്ന് ഞരങ്ങി. മദന്റെ കണ്ണുകൾ ആർ.കെ. വർമ്മയിലേക്ക് നീണ്ടു ചെന്നു. പിന്തിരിഞ്ഞോടുന്നത് നാണക്കേടായതുകൊണ്ട് മാത്രമാണ് വർമ്മ അവിടെ തന്നെ നിൽക്കുന്നതെന്ന് തോന്നിപ്പോകുമായിരുന്നു ആ ഭാവം കണ്ടാൽ. അവന്റെ കാൽക്കീഴിൽ മണൽത്തരി പോലും വിറച്ചു. ആർ.കെ. വർമ്മയുടെ ഹൃദയമിടിപ്പിന് പെരുമ്പറയുടെ ശബ്ദമുണ്ടായിരുന്നു. ഇന്നലെ വരെ താൻ കണ്ട മന്ദബുദ്ധിയല്ല ഇവനെന്ന് അയാൾക്കുറപ്പായി. ഒരു പക്ഷേ അങ്ങനെ ഇത്രയും കാലം അഭിനയിക്കുകയായിരുന്നോ ഇവൻ? വർമ്മയുടെ തൊട്ടുമുന്നിൽ എത്തിക്കഴിഞ്ഞിരുന്നു മദൻ. ജീവിതകാലം മുഴുവൻ നിനക്ക് വേണ്ടി ഇവിടെ പണിയെടുക്കണോടാ ഞാൻ. കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടാണ് ചോദ്യം. വേണ്ട. ഉറപ്പാണോ? ആണ്. എന്നാലും ഈ പന്നിയുടെ കൂടെ ജീവിക്കുന്നതിന്റെ സുഖം നീയും ഒന്നറിയണമല്ലോ. പറഞ്ഞു തീരും മുൻപ് ഒരു കാലിലും കയ്യിലും കൊട്ടിപ്പിടിച്ച് മദൻ കൊച്ചു കുഞ്ഞിനെ ഉയർത്തുന്ന ലാഘവത്തോടെ വർമ്മയെ ഉയർത്തി. എടാ, താഴെ നിർത്തടാ. മദൻ ശ്രദ്ധിച്ചില്ല. ജ്വാലയോടൊപ്പം കഴിഞ്ഞയാഴ്ച കണ്ട സിനിമയിലെ രംഗമായിരുന്നു അവന്റെ മനസ്സിൽ അപ്പോൾ. അതുപോലെ തന്നെ അവൻ വർമ്മയെ തലയ്ക്ക് മുകളിൽ വട്ടം കറക്കി. പിന്നെ പന്നിക്കൂട്ടിലേക്ക് ഒരു ഏറ് വെച്ചു കൊടുത്തു. അയ്യോ! ഒരു നിലവിളിയോടെ ചാക്കുകെട്ട് കണക്കെ വർമ്മ പന്നികൾക്കിടയിൽ ചെന്ന് വീണു. വികൃത ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് പന്നികൾ ചിതറിയോടി. അയാളുടെ ശരീരത്തിൽ കൂടിയാണ് അവയിൽ ചിലത് ചാടിയത്. അസഹ്യമായ ദുർഗന്ധം. അന്ന് പന്നിക്കൂട് ക്ലീൻ ചെയ്തിരുന്നില്ല. തലേന്ന് ഹോട്ടലിൽ നിന്ന് കൊണ്ടിട്ട വേസ്റ്റും പന്നികളുടെ വിസർജ്യ വസ്തുക്കളും ഇടകലർന്ന് ഒരുതരം കുഴമ്പ് പോലെയായിരുന്നു അതിനുള്ളിലാണ് കോടീശ്വരനായ ആർ.കെ. വർമ്മ ഇപ്പോൾ കിടക്കുന്നത്. അയാളുടെ വസ്ത്രത്തിലും ശരീരത്തിലുമെല്ലാം മാലിന്യങ്ങൾ പറ്റിയിരിക്കുന്നു. ഇപ്പോൾ അയാളെ കണ്ടാൽ മക്കൾ പോലും തിരിച്ചറിയില്ല. ആ വീഴ്ചയിൽ തന്റെ നടുവ് ഒടിഞ്ഞു പോയതുപോലെയാണ് അയാൾക്ക് തോന്നിയത്. ഒരു വിധേന കൈകുത്തി എണീക്കാൻ ഭാവിച്ചപ്പോൾ കാൽ തെന്നി വീണ്ടും അവിടെ തന്നെ കമിഴ്ന്ന് വീണു. എണ്ണ വീണ തറയിൽ ഇഴയുന്ന അരണയെപ്പോലെയായിരുന്നു അയാൾ. കുഴിക്കു മുകളിൽ ഈ രംഗം ആസ്വദിച്ചു നിൽക്കുകയാണ് മദൻ. തൊഴിലാളികളൊക്കെ ഭീതിയോടെ അകന്നു നിൽക്കുകയാണ്. ഇസ്രയേൽ ബാബു എണീറ്റു. പക്ഷേ അവിടെ നിൽക്കാതെ അവൻ കുറുക്കു വഴിയെ വർമ്മയുടെ ബംഗ്ലാവിലേക്ക് ഓടി. വസന്ത ഇപ്പോഴും അവിടെ കിടന്ന് ഞരങ്ങുന്നതേയുള്ളൂ. വർമ്മയുടെ കീശയിൽ നിന്ന് മൊബൈൽ ഫോൺ താഴെ വീണു. ഉടൻ ഒരു പന്നി അതിൽ കടിച്ചു. മറ്റൊരു പന്നിയും അത് കണ്ട് ഓടി വന്നു. ഫോണിന് വേണ്ടി മത്സരമായി. എടോ പന്ന പന്നി വർമ്മേ, എങ്ങനെയുണ്ടടോ പന്നികളുടെ കൂടെയുള്ള പൊറുതി? ഇന്ന് താൻ അവിടെ തന്നെ കിടക്ക്. അവൻ പിന്തിരിഞ്ഞ് തന്റെ സഹപ്രവർത്തകരെ നോക്കി. ആർക്കാടാ എന്നെക്കൊണ്ട് പണിയെടുപ്പിക്കേണ്ടത്? ആരും മിണ്ടിയില്ല. ഇനി ഒരുത്തനെങ്കിലും എന്നെ ഭരിക്കാൻ വന്നാൽ മനസ്സിലായല്ലോ. അപ്പോഴും ആരും മിണ്ടിയില്ല. ഈ നേരത്ത് ഇസ്രയേൽ ബാബു ഓടിക്കുതച്ച് ബംഗ്ലാവിലെത്തിയിരുന്നു. പുറത്തു വരാന്തയിൽ കുത്തിയിരിക്കുകയായിരുന്നു വടിമൂപ്പിന്ന്. എന്നാടാ ബാബുയെ, നീ വ്യായാമം ചെയ്യുവാണോ? മൂപ്പിന്ന് തിരക്കി. ബാബുവിന്റെ വായിൽ വന്നത് ഒരു തെറിയാണ്. എങ്കിലും അടക്കി. ഒന്നും പറയാതെ അകത്തേക്കോടി.
മൂപ്പിന്ന് നീട്ടി മൂളി. ആനയേക്കാൾ പത്രാസാണല്ലോ ആനപ്പിണ്ടത്തിന്. ആർ.കെ. വർമ്മയുടെ മക്കൾ 3 പേരും അവിടെയുണ്ടായിരുന്നു. സബിത എവിടെയോ പോകാൻ ഒരുങ്ങിയാണ് നിൽപ്പ്. ഇന്ന് അവൾ കടന്നീലയുടെ മായിക വലയത്തിലായിരുന്നു. എന്താ ബാബു? അവന്റെ ഭാവം കണ്ടപ്പോൾ തന്നെ പന്തികേട് തോന്നിയ സഞ്ജയ് ചോദിച്ചു. ഭ്രാന്ത്, മുഴുഭ്രാന്ത്. ബാബു നിന്ന് കിതച്ചു. ആർക്കാ? വല്യപ്പനാണോ? അല്ലടാ, നിന്റെ അമ്മയുടെ കെട്ടിയോന്. മൂപ്പീന്നിന്റെ ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു. അയാൾ അവരെ തന്നെ നോക്കി വാതിൽക്കൽ നിൽക്കുന്നു. എന്നെ ഒരു ഭ്രാന്തനായി കണ്ടാലേ നിനക്കുറങ്ങാൻ പറ്റത്തുള്ളൂ അല്ലേടാ കൂവേ? ഞങ്ങൾ മുത്തച്ഛനോട് സംസാരിച്ചില്ല, സനലാണ് പറഞ്ഞത്. എന്നിട്ട് ബാബുവിനെ നോക്കി. ആരുടെ കാര്യമാ പറഞ്ഞത്? മദന്റെ. അവന് ഭ്രാന്തിളകി. എല്ലാവരെയും തല്ലി. ആകെ വയലന്റായി നിൽക്കുകയാ. വർമ്മ സാബിനെ പന്നിക്കൂട്ടിലെറിഞ്ഞു. എന്ത്? 3 കണ്ഠങ്ങളിൽ നിന്നും ഒരുപോലെയാണ് ശബ്ദമുയർന്നത്. ആ, വേഗം പോലീസിൽ അറിയിക്കണം. ഞാൻ അറിയിക്കാം, നിങ്ങൾ അങ്ങോട്ട് പൊയ്ക്കോളൂ. സബിത പെട്ടെന്ന് വാനിറ്റി ബാഗിൽ നിന്ന് മൊബൈൽ ഫോൺ എടുത്ത് നമ്പറുകളിൽ കുത്തി. ആ പട്ടിയെ ഇന്ന് കൊല്ലണം. സഞ്ജയും സനലും ബാബുവിന്റെ പിന്നാലെ ഓടിപ്പോയി. സബിത ഡിവൈഎസ്പി ലക്ഷ്മണനെ വിളിച്ച് കാര്യങ്ങൾ ചുരുക്കത്തിൽ പറഞ്ഞു കേൾപ്പിച്ചു. പിഗ് ഫാമിലേക്ക് പോകണ്ട എന്നായിരുന്നു അവളുടെ തീരുമാനം. വെറുതെ താൻ കൂടി ഭ്രാന്തന്റെ തല്ല് വാങ്ങിക്കണോ? ഫാമിലെത്തിയ സഞ്ജയും സനലും രൗദ്രഭാവം പൂണ്ടു നിൽക്കുന്ന മദനെ കണ്ട് പരുങ്ങി. പിന്നോട്ട് മാറും മുമ്പ് അവൻ അവരെ കണ്ടു കഴിഞ്ഞിരുന്നു. വാ വാ, നിങ്ങളെ കാത്തു നിൽക്കുകയായിരുന്നു ഞാൻ. തങ്ങളുടെ പപ്പയുടെ അവസ്ഥ കണ്ടപ്പോൾ അവർക്ക് സഹിച്ചില്ല. വാടാ ബാബു, ഒരു കൈകൂടി നോക്കാം. മൂവരും ഒന്നിച്ച് മദന് നേരെ ചാടി വീണു. അവൻ നിന്നിടത്തു നിന്ന് ഒന്ന് വട്ടം കറങ്ങിയതേയുള്ളൂ. മൂവരും താഴെ. അവൻ ചിരിച്ചു. മദനാടാ ഞാൻ. എന്റെ ശക്തി അറിയണമെങ്കിൽ ഇനിയും വാടാ. രംഗം ശരിയല്ലെന്ന് സഞ്ജയും സനലും മനസ്സിലാക്കി. ഈ നേരത്ത് വർമ്മ ഒരു വിധത്തിൽ എണീറ്റിരുന്നു. നടുവ് ഒടിഞ്ഞതുമാതിരിയുള്ള വേദനയാണ്. പന്നികൾ ചുറ്റും നിന്ന് അയാളുടെ കോട്ടിലും ഷർട്ടിലുമൊക്കെ കടിച്ചു വലിച്ചു. ചിലത് അയാളുടെ മുഖത്ത് നക്കി. വർമ്മ ഛർദിച്ചു. പന്നികൾ അപ്പോൾ അങ്ങോട്ടടുത്തു. ദൈവമേ, പപ്പയെ അവ കൊല്ലും. സനൽ നിലവിളിച്ചു. കൊല്ലുന്നതിൽ കൊല്ലട്ടടാ. മദന് ചിരിയാണ്. വർമ്മ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ ശബ്ദം വ്യക്തമാകുന്നില്ല. അല്പനേരം അങ്ങനെ കഴിഞ്ഞു. സൈറൻ ഇട്ടുകൊണ്ട് അലറിക്കുതിച്ചെത്തിയ ഒരു പോലീസ് ജീപ്പ് പിഗ് ഫാമിന്റെ ഗേറ്റ് കടന്നു വന്നു. ബ്രേക്കലറി അത് നിന്നപ്പോഴേക്കും ഡിവൈഎസ്പി ലക്ഷ്മണനും ഏതാനും പോലീസുകാരും ചാടിയിറങ്ങി. ലക്ഷ്മണൻ പന്നിക്കൂട്ടിലേക്ക് ഒന്നേ നോക്കിയുള്ളൂ. കാലിന്റെ തള്ളവിരൽ മുതൽ ഒരു പെരുപ്പ് മുകളിലേക്ക് അരിച്ചു കയറി. അണപ്പല്ലുകൾ കടിച്ചു ഞെരിച്ചുകൊണ്ട് അയാൾ വെട്ടിത്തിരിഞ്ഞു. മദനെ കണ്ടു. എടാ പന്ന. ബാക്കി പറഞ്ഞത് തെറിയാണ്. തന്റെ അപ്പനാ അത്, മദൻ തിരിച്ചു പറഞ്ഞു. ലക്ഷ്മണൻ അങ്ങോട്ടടുത്തതും മദന്റെ മുഖമടച്ച് അടിച്ചതും ഒന്നിച്ചായിരുന്നു. ഓർക്കപ്പുറത്തായിരുന്നു അത്. മദൻ വേച്ചു വീണു. ലക്ഷ്മണൻ അവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് ഉയർത്താൻ ഭാവിക്കുകയായിരുന്നു. പെട്ടെന്ന് മദൻ കാലുയർത്തി ഒറ്റച്ചവിട്ട്. ലക്ഷ്മണന്റെ അടിവയറ്റിൽ ഒരു കൂടം കൊണ്ടടിച്ചതുപോലെ അയാൾ നിലവിളിച്ചു. പിന്നെ ഒരു വശത്തേക്ക് മറിഞ്ഞ് ഉരുണ്ടു. വർമ്മ കിടന്നിരുന്ന പന്നിക്കൂട്ടിലേക്ക് തന്നെ. അധ്യായം 12. ഡിവൈഎസ്പി ലക്ഷ്മണൻ പന്നിക്കൂട്ടിലേക്ക് ഉരുണ്ടു വീഴാൻ ഒരു നിമിഷം കൂടി മതിയായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഒരു പോലീസുകാരൻ ഓടിവന്ന് താങ്ങി. അയാളുടെ കയ്യിൽ പിടിച്ച് വലിച്ചെണീപ്പിച്ചു. ലക്ഷ്മണന്റെ തൊപ്പി തറയിൽ കിടക്കുകയായിരുന്നു. അയാൾ അതെടുത്ത് പൊടി തട്ടിക്കളഞ്ഞ് കോൺസ്റ്റബിൾമാരെ ഏൽപ്പിച്ചു. പിന്നെ മദനെ നോക്കി. ആ കണ്ണുകളിൽ 2 കനൽക്കട്ടകൾ ജ്വലിക്കാൻ തുടങ്ങിയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നടാ പോലീസുകാരാ? മദന്റെ ശക്തി കണ്ടല്ലോ. വേഗം പൊയ്ക്കോ. അവൻ മസിൽ പിടിച്ചു കാണിച്ചു. അവനിൽ നിന്നുള്ള നോട്ടം പിൻവലിക്കാതെ തന്നെ ലക്ഷ്മണൻ മുന്നോട്ട് നീങ്ങി. ആ കണ്ണുകളിലെ ഭാവം കണ്ടപ്പോൾ അവനൊന്ന് പതറി. ഹൃദയം ഒന്ന് പിടഞ്ഞു. പിന്നെ ലക്ഷ്മണന്റെ ഊഴമായിരുന്നു. അയാൾ മദനെ തല്ലി. അവനെ തിരിച്ചടിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ. എന്നെ തല്ലരുത്, കുത്തി തന്റെ കുടലെടുക്കും ഞാൻ എന്ന് ഇടയ്ക്കിടെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അവൻ. എന്നാൽ അത് തന്നെ ഒന്ന് കാണട്ടടാ, ലക്ഷ്മണൻ അലറി. അയാളെ സഹായിക്കാൻ പോലീസുകാരുമെത്തി. ജോല സാറിന്റെ ആങ്ങളെയാണ് അവനെന്ന് അവർക്കൊക്കെ അറിയാമായിരുന്നു. എങ്കിലും ഡിവൈഎസ്പി സാറിനെ കൈവയ്ക്കാൻ മുതിർന്നവനെ വെറുതെ വിടാൻ പറ്റുമോ? ലാത്തികൾ ചീറി വന്നു. മദൻ തറയിൽ വീണു. എന്നിട്ടും അവർ അടി നിർത്തിയില്ല. ലക്ഷ്മണൻ ഷൂസ് കൊണ്ട് അവനെ ചവിട്ടി അരച്ചു. പക്ഷേ ഒരു നിയോഗം പോലെ അവൻ ആ കാലിൽ കടന്നു പിടിച്ച് വെട്ടിച്ചു തിരിച്ചു. അടക്കിയ ഒരു നിലവിളിയോടെ ലക്ഷ്മണനും അവിടെ വീണു. പോലീസുകാരുടെ ലാത്തി വടിതെറ്റി അയാളുടെ ശരീരത്തിലും പതിഞ്ഞു. എന്നാൽ തെറ്റി മനസ്സിലായപ്പോൾ അവർ ഒന്ന് പകച്ചു. ഈ നിമിഷത്തിലാണ് മറ്റൊരു പോലീസ് ജീപ്പ് കൂടി വെട്ടിത്തിരിഞ്ഞ് അവിടെ വന്ന് ബ്രേക്കിട്ടത്. ജ്വാല IPS ആയിരുന്നു അതിൽ. മുന്നിലെ രംഗം ഒരു മാത്ര അവളെയും ഞെട്ടിച്ചു. ലക്ഷ്മണൻ വർദ്ധിച്ച വീര്യത്തോടെ തറയിൽ നിന്ന് എണീക്കുകയായിരുന്നു. സ്റ്റോപ്പ്! ജീപ്പിൽ നിന്നിറങ്ങുകയും ഗർജിക്കുകയുമായിരുന്നു അവൾ. പോലീസുകാർ പെട്ടെന്ന് നിശ്ചലരായി.
ജ്വാലയോടൊപ്പം CI മുഹമ്മദും SI മോഹനനും ഉണ്ടായിരുന്നു. ക്ഷണത്തിൽ അവർ മദന്റെ അടുത്തെത്തി. പോലീസുകാർ പിന്നോട്ട് മാറി. എണീറ്റ് കഴിഞ്ഞിരുന്ന ലക്ഷ്മണൻ ചെറുതായി ഒന്ന് വേച്ചു. മദൻ പിടിച്ചു തിരിച്ച കാലിന്റെ കുഴ തെറ്റിയതുപോലെ. എങ്കിലും രോഷത്തോടെ അവനെ ചവിട്ടാനാഞ്ഞു. നോ! ജ്വാല കെയിൻ നീട്ടി വിലക്കി. ലക്ഷ്മണൻ മുഖം തിരിച്ചു. നിനക്കിവിടെ എന്തു കാര്യം? ഇവിടെ എന്തു വേണമെന്ന് ഞാൻ തീരുമാനിക്കാം. പക്ഷേ അപ്പോഴേക്കും മുഹമ്മദ് മദനെ പിടിച്ചെണയിപ്പിച്ചു കഴിഞ്ഞിരുന്നു. ജ്വാല പെട്ടെന്ന് കൈനീട്ടി അവനെ പിടിച്ചു. അനന്തരം ലക്ഷ്മണനോട് പറഞ്ഞു, ഇവനെ അറസ്റ്റ് ചെയ്യുകയാണ് ഞാൻ. ഇല്ല, അങ്ങനെ ആങ്ങളെ രക്ഷിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലടി. എന്നെ തല്ലിയവന്റെ നട്ടല് ഇന്ന് ഊരിയെടുക്കും ഞാൻ. പക്ഷേ അത് ശ്രദ്ധിക്കാതെ ജ്വാല മുഹമ്മദിനെ നോക്കി. ഇയാളെ ജീപ്പിൽ കയറ്റി. മുഹമ്മദ് മദനെയും കൊട്ടിക്കൊണ്ട് ജീപ്പിന് നേരെ നടന്നു. മുഹമ്മദ്, അവനെ എന്റെ ജീപ്പിൽ കയറ്റി. ലക്ഷ്മണന്റെ ഉത്തരവ്. ആര് പറയുന്നത് അനുസരിക്കും എന്നറിയാതെ മുഹമ്മദ് ഒന്ന് പരുങ്ങി. മുഹമ്മദ്! ജ്വാലയുടെ താക്കീത്. പിന്നെ അയാൾ ഒന്നും ചിന്തിച്ചില്ല. തങ്ങൾ വന്ന ജീപ്പിൽ മദനെ കയറ്റി. നീ അങ്ങനെയങ്ങ് കളിക്കണ്ടടി. ലക്ഷ്മണൻ ജ്വാലയ്ക്ക് നേരെ കൈ ഓങ്ങി. അവൾ ചിരിച്ചു. മിസ്റ്റർ ലക്ഷ്മണൻ, ഒരു സ്ത്രീയോട് എതിർക്കാൻ വന്നാൽ താൻ പിന്നെ ഈ സർവീസിൽ ഉണ്ടാവില്ല. വനിതാ പോലീസുകാരോട് അപമര്യാദയെ പെരുമാറിയതിന്റെ പരാതികൾ ഇപ്പോഴും DGP ഓഫീസിൽ ഉണ്ടെന്നാണ് എന്റെ അറിവ്. ലക്ഷ്മണൻ പരുങ്ങി. ജ്വാല തുടർന്നു. പക്ഷേ ഞാൻ പരാതിപ്പെടാനൊന്നും പോകില്ല. ഈ കെയിൻ പൊക്കിൽ താത്തുന്ന് ശരിക്കമർത്തിയാൽ അതോടെ സ്ത്രീകളെ കാണുമ്പോൾ താൻ നിലവിളിക്കാൻ തുടങ്ങും. അവൾ വെട്ടിത്തിരിഞ്ഞു. തനിക്ക് തടയാമെങ്കിൽ തടഞ്ഞോ. ഞാൻ മദനെ കൊണ്ടുപോകുകയാണ്. ബുദ്ധി വളർച്ചയില്ലാത്ത ഒരാൾക്ക് കോടതിയിൽ നിന്ന് ലഭിക്കാവുന്ന പരമാവധി ആനുകൂല്യം ഞാൻ അയാൾക്ക് വേണ്ടി നേടിയെടുക്കും. ജീപ്പിൽ കയറും മുമ്പ് അവൾ പന്നിക്കൂട്ടിലേക്ക് നോക്കി. RK വർമ്മയുടെ അവസ്ഥ കണ്ടപ്പോൾ ഉള്ളിൽ ചിരിച്ചു. CIയും SIയും ലക്ഷ്മണന് സല്യൂട്ട് നൽകിയിട്ട് ജീപ്പിൽ കയറി. ലക്ഷ്മണൻ മുഖം തിരിച്ചു കളഞ്ഞു. അയാളുടെ കൂടെ വന്ന പോലീസുകാരും വിളറി നിൽക്കുകയായിരുന്നു. ജ്വാലയുടെ ജീപ്പ് ഇരമ്പി അകന്നു. ഇസ്രയേൽ ബാബുവും ക്ലീറ്റസും വിക്രമനും കൂടി അപ്പോൾ വർമ്മയെ പന്നിക്കൂട്ടിൽ നിന്ന് കയറ്റുകയായിരുന്നു. ശരിക്കും എടുത്തുകൊണ്ട് വരികയായിരുന്നു എന്ന് പറയാം. സഞ്ജയും സനലും നോക്കി നിന്നതേയുള്ളൂ. ആ വൃത്തികേടിലേക്ക് ഇറങ്ങാനുള്ള മടി. വർമ്മയെ മുകളിൽ കൊണ്ടുവന്നു. അയാൾ അവരെ തെറിവിളിക്കുകയാണ്. സഞ്ജയ് പന്നിക്കൂട് വൃത്തിയാക്കുന്ന ഹോസിലേക്ക് വെള്ളം തുറന്നു വിട്ടു. അയാളുടെ തലയിൽ നിന്ന് മുഖത്തുകൂടി അഴുക്ക് താഴേക്കൊഴുകി. മനം മടുപ്പിക്കുന്ന രൂക്ഷഗന്ധം. ലക്ഷ്മണൻ കർച്ചീഫ് എടുത്ത് മൂക്കുപൊത്തി. മുഖം വൃത്തിയാക്കി കഴിഞ്ഞാണ് വർമ്മ അയാളെയും പോലീസുകാരെയും കണ്ടത്. അതോടെ ദേഷ്യം വർദ്ധിച്ചു. കണ്ടോടാ ലക്ഷ്മണ, ആ പന്ന കഴിവേറുമാൻ കാണിച്ചത്. കൊല്ലും ഞാൻ അവനെ. എന്തിയേ അവൻ? അയാൾ കണ്ണുകൾ കൊണ്ട് ചുറ്റും ഒഴിഞ്ഞു. ആരും മറുപടി പറഞ്ഞില്ല. വർമ്മയുടെ ശരീരത്തിലെ ചെളി കുറച്ചുപോയി. അയാൾക്ക് തനിയെ നിൽക്കാൻ കഴിയുമായിരുന്നില്ല. ബാബു മുറുകെ പിടിച്ചിരിക്കുകയാണ്. സനൽ, നീ പോയി മറ്റൊരു കാറ് കൊണ്ടുവാ. ഡ്രസ്സും. പപ്പയെ ആശുപത്രിയിൽ കൊണ്ടുപോകണം, സഞ്ജയ് പറഞ്ഞു. അവൻ ഓടിപ്പോയി. നിങ്ങളെല്ലാം കൂടി നോക്കിയിട്ടും അവനെ ശരിയാക്കാൻ കഴിഞ്ഞില്ലേ? വർമ്മയ്ക്ക് അതാണ് വിഷമം. ഞങ്ങൾ അടിച്ച് അവനെ ശരിയാക്കി. പക്ഷേ ഇടയ്ക്ക് അവൾ വന്നു, ജ്വാല. അവൾ അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഒലത്തി. താനൊക്കെ എന്തിനാടോ മൂക്കിനടിയിൽ മീശ വെച്ചുകൊണ്ട് നടക്കുന്നത്? അവൾ ആങ്ങളയെ രക്ഷിക്കാനല്ലേ നോക്കൂ. ലക്ഷ്മണൻ തലകുനിച്ചു കളഞ്ഞു. കാറും വസ്ത്രങ്ങളുമായി സനൽ എത്തി. സബിതയുമുണ്ടായിരുന്നു അതിൽ. പപ്പയുടെ രൂപം കണ്ട് അവൾക്ക് കണ്ണു തള്ളി. ഓ പപ്പ, ആ സ്കൗണ്ട്രൽ! പൂർത്തിയാക്കാൻ വർമ്മ സമ്മതിച്ചില്ല. മിണ്ടാതിരിക്കടി കഴുതയുടെ മോളെ. അല്ലെങ്കിലും ഒരു പൊട്ടന്റെ കയ്യിന്ന് തല്ലു വാങ്ങിച്ച പപ്പ കഴുതയല്ലെന്ന് പറയാൻ കഴിയില്ല. വർമ്മ മകളെ പുളിച്ച തെറി വിളിച്ചു. അതോടെ അവളുടെ നാവടങ്ങി. അവിടെ വെച്ച് തന്നെ വർമ്മയെ വസ്ത്രം മാറ്റിച്ചിട്ടാണ് കാറിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. വസന്ത അപ്പോൾ പതിയെ എണീറ്റിരുന്നു. അവളെ ആരും ശ്രദ്ധിച്ചില്ല. ലക്ഷ്മണനും മറ്റും ഒപ്പം പോയി. മദന്റെ കാര്യം ജ്വാല എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുന്നതെന്നായിരുന്നു അയാളുടെ ചിന്ത മുഴുവൻ. ജ്വാല അപ്പോൾ മദനുമായി തന്റെ ഓഫീസിലെത്തിയിട്ട് 5 മിനിറ്റേ ആയിരുന്നുള്ളൂ. അവനെ കസേരയിൽ ഇരുത്തിയിട്ട് അവൾ അടിമുടി നോക്കി. ശരിക്ക് അടികിട്ടിയ ലക്ഷണമുണ്ട്. വസ്ത്രം മുഴുവൻ ചോരയും മണ്ണും പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. അവന്റെ കണ്ണുകൾ ഇപ്പോൾ കവിയും എന്ന മട്ടിലാണ്. പേടിയും വിഷമവുമൊക്കെ ആ മുഖത്ത് കാണാനാവും. മുഹമ്മദും മോഹനനും ജ്വാലയുടെ അടുത്ത നിർദ്ദേശത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഒരു കാര്യത്തിൽ ജ്വാലയ്ക്ക് അഭിമാനമുണ്ടായിരുന്നു. താനൊരു പുരുഷനാണെന്ന്, ശക്തനാണെന്ന് ഏട്ടൻ തെളിയിച്ചല്ലോ. ശക്തമായി പ്രതികരിക്കാൻ പഠിച്ചല്ലോ. അത് മതി. അടികൊണ്ടെങ്കിലേ അതിനോടുള്ള പേടി കുറയൂ. മുഹമ്മദിനെയും മോഹനനെയും ഒന്ന് നോക്കിയിട്ട് ജ്വാല എണീറ്റു. ചെന്ന് മദന്റെ തോളിൽ കൈവച്ചു. ഏട്ടാ. ഒറ്റ കരച്ചിലായിരുന്നു മറുപടി. മുഹമ്മദും മോഹനനും തല തിരിച്ചു കളഞ്ഞു.
ജ്വാലയുടെ മനസ്സിലും ഒരു നീറ്റൽ. എങ്കിലും അവൾ നിയന്ത്രിച്ചു. എന്നെ ആ പോലീസുകാര് ഒത്തിരി തല്ലി ജ്വാലെ. സാരമില്ലേട്ടാ, അതിനു മുമ്പ് ഏട്ടൻ വർമ്മയ്ക്കും മറ്റും ഒത്തിരി കൊടുത്തില്ലേ? കൊടുത്തു, ഇഷ്ടം പോലെ. കൊള്ളാം. അവൾ അഭിനന്ദിച്ചു. ഞാൻ പോലീസുകാരനെ തല്ലിയില്ലായിരുന്നു ജ്വാലെ. അയാളാ ആദ്യം തല്ലിയത്. ആ, എനിക്കറിയാം. അതൊക്കെ ഏട്ടൻ മറന്നുകള. ഇനി പിഗ് ഫാമിൽ നിൽക്കാൻ വർമ്മ ഏട്ടനോട് പറയില്ല. ഉറപ്പാണോ? ഉറപ്പ്. അപ്പോൾ അവന് സന്തോഷമായി. ജ്വാല തലതിരിച്ചു. മുഹമ്മദേ സാർ, മദനേട്ടനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. എന്ത് വേണമെന്ന് പിന്നീട് നമുക്ക് തീരുമാനിക്കാം. ഞാൻ വേഗം അങ്ങെത്താം. അതുവരെ മുഹമ്മദ് അവിടെ ഉണ്ടാവണം. ലക്ഷ്മണനോ മറ്റോ വന്നാൽ മദനെ കാണിക്കണ്ട. സാർ, ഏട്ടാ ഇവരുടെ കൂടെ ചെല്ല്. ജ്വാല മദനോട് മയത്തിൽ പറഞ്ഞു. ഇവരും തല്ലുമോ? ഇല്ല. എന്നിട്ടും അവനൊരു വിശ്വാസമില്ലായ്മ പോലെ. ചിരിച്ചുകൊണ്ട് മുഹമ്മദ് അവന്റെ കരം കവർന്നപ്പോൾ പകുതി ആശ്വാസമായതായി ആ മുഖം പറയുന്നുണ്ടായിരുന്നു. മുഹമ്മദ് മദനെയും കൊണ്ടുപോയി. താങ്ക്സ് മോഹനൻ, ജ്വാല അയാളോട് പറഞ്ഞു. കൃത്യസമയത്ത് ആ ഇൻഫർമേഷൻ തന്നില്ലായിരുന്നെങ്കിൽ അവർ എൻ്റെ ഏട്ടനെ. ഇതിനൊന്നും നന്ദി പറയേണ്ട കാര്യമില്ല സാർ. നല്ലതെന്ന് തോന്നിയ ഒന്ന് ഞാൻ ചെയ്തു, അത്രയേ ഉള്ളൂ. അയാൾ ഭവ്യതയോടെ പ്രതിവചിച്ചു. ഡിവൈഎസ്പി ലക്ഷ്മണൻ മദന്റെ കാര്യം എസ് പിയോട് ഫോണിൽ പറയുന്നതായിരുന്നു മോഹനൻ കേട്ടത്. പക്ഷെ അയാൾ പോയി കഴിഞ്ഞേ അത് ജ്വാലയെ അറിയിക്കാൻ പറ്റിയിരുന്നുള്ളൂ. മോഹനൻ സാർ, ലക്ഷ്മണൻ ചോദിച്ചാൽ മദനേട്ടന്റെ കാര്യം ഒന്നും പറയണ്ട സാർ. ദെൻ യു ക്യാൻ ഗോ സാർ. അയാൾ പോയി. നെറ്റിയിൽ കൈയമർത്തി ജ്വാല അല്പനേരം ഇരുന്നു. മമ്മിയോടെങ്ങനെ ഈ കാര്യം പറയും? ഈ വിവരം അറിഞ്ഞാൽ മമ്മി ആകെ തകർന്നു പോകും. താനാണ് ഏട്ടനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിച്ചതെന്ന് കുറ്റപ്പെടുത്തും. ഒരർത്ഥത്തിൽ അത് നേരുമാണല്ലോ. വർമ്മയെയും ആശുപത്രിയിലാക്കാനാണ് സാധ്യത. അയാളുടെ കണ്ണു തള്ളിപ്പോയി കാണും. ഇങ്ങനെയൊരു മാറ്റം ഏട്ടനിൽ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ലല്ലോ അയാൾ. എന്നാലും ആ പന്ന നായിന്റെ മോന് ഇങ്ങനെ ചെയ്യാനുള്ള ധൈര്യമുണ്ടാകുമെന്ന് ആരറിഞ്ഞു? അപ്പോൾ വർമ്മ ബാബുവിനോട് പറഞ്ഞതും അതാണ്. എക്സ്റേ റൂമിലായിരുന്നു അവർ. ഞാനും അതാ സാബു ചിന്തിക്കുന്നത്. ജ്വാല, അവൾ ഒരുത്തിയാണ് അവനെ ഇങ്ങനെയാക്കിയത്. സംശയമില്ല, ആ പട്ടിച്ച് തന്നെ. ഏയ്, നിങ്ങൾ മിണ്ടാതിരിക്കണം. എക്സ്റേ ടെക്നീഷ്യൻ രണ്ടുപേരോടുമായി പറഞ്ഞു. താൻ പോടാ പുല്ലേ. പറഞ്ഞ ജോലിയങ്ങ് ചെയ്താൽ മതി. മറ്റുള്ളവനെ കൊണ്ട് ജോലി എടുപ്പിക്കണ്ട. വർമ്മ മുരണ്ടു. പുതുതായി വന്നതായിരുന്നു അയാൾ. അതുകൊണ്ട് തന്നെ വർമ്മയെ പരിചയവുമില്ല. അതാണിങ്ങനെ പറയാൻ കാരണം. എക്സ്റേ എടുത്തു. കാര്യമായ കുഴപ്പമൊന്നുമില്ല. ലക്ഷ്മണൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എസ് പി ചിദംബരവും മുറിയിലെത്തി. കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടായിരുന്നു വരവ്. എടോ ചിദംബരം, ഞാൻ 3-4 ദിവസമെങ്കിലും ഇവിടെ കിടക്കണമെന്ന ഡോക്ടർ പറയുന്നത്. അതിനിടെ തന്നെക്കൊണ്ട് എന്തു ചെയ്യാനാവും? ആങ്ങളയെ അവൾ കൊണ്ടുപോയത് എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി തന്നെ ആവുമെന്ന് വെച്ചോ? ഏതായാലും തന്നെ തല്ലിയെന്നും പറഞ്ഞ് ലക്ഷ്മണൻ കേസെടുക്കണ്ട. അത് നാറ്റക്കേസാ. നേരെ മറിച്ച് വർമ്മയ്ക്ക് പരാതി തരാം. തന്നെ ഈ വിധമാക്കിയെന്നും പിഗ് ഫാമിലെ ജോലിക്കാരെ മുഴുവൻ ആക്രമിച്ചെന്നും മറ്റും പറഞ്ഞ് ഞാൻ കേസന്വേഷണം ലക്ഷ്മണനെ ഏൽപ്പിക്കും. എങ്ങനെയുണ്ട് പദ്ധതി? കൊള്ളാം. എന്നാലും പോലീസുകാരെ തല്ലിയെന്ന് കൂടി ചേർത്താൽ അത് വേണ്ട. അല്ലെങ്കിൽ തന്നെ രാഷ്ട്രീയക്കാര് പോലീസുകാരെ പട്ടികളെ പോലെ തല്ലുന്നെന്ന പത്രക്കാരി എഴുതി വിടുന്നത്. ശരി, എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. വർമ്മയ്ക്ക് വേണ്ടി ലക്ഷ്മണൻ തന്നെയാണ് എസ് പിയെ അഡ്രസ് ചെയ്ത് പരാതി തയ്യാറാക്കിയത്. വർമ്മ അതിൽ ഒപ്പുവെച്ചു. അയാൾ തന്നെ അത് എസ് പിയുടെ മുന്നിലെത്തിച്ചു. പരാതി രജിസ്റ്ററിൽ ചേർത്ത ശേഷം ചിദംബരം അന്വേഷണ ചുമതല ലക്ഷ്മണനെ ഏൽപ്പിച്ചു. ഇനി എന്തു വേണമെന്ന് അറിയാമല്ലോ? അറിയാം സാർ. അയാൾ ചിരിച്ചു. ആ നേരത്താണ് ഫോൺ ശബ്ദിച്ചത്. ലക്ഷ്മണൻ തിരിഞ്ഞ് നടക്കുകയായിരുന്നു. ചിദംബരം റിസീവർ എടുത്തു. യേസ്. അപ്പുറത്തു നിന്നൊരു ശബ്ദം ചീറി വന്നു. ഫോണിലെ മൗത്ത് പീസ് കൈകൊണ്ടടച്ചു പിടിച്ചിട്ട് ചിദംബരം ധൃതിയിൽ വിളിച്ചു പറഞ്ഞു. ലക്ഷ്മണ, പോകല്ലേ. ആ ശബ്ദത്തിൽ പ്രകടമായ പരിഭ്രമം ഉണ്ടായിരുന്നു. അധ്യായം 13. ഡിവൈഎസ്പി ലക്ഷ്മണൻ വാതിൽക്കൽ എത്തിയിരുന്നു. അപ്പോഴാണ് പോകരുതെന്ന് എസ് പി ചിദംബരം വിളിച്ചു പറഞ്ഞത്. നെറ്റി ചുളിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്ന് തലതിരിച്ചു നോക്കി ലക്ഷ്മണൻ. എസ് പി സാർ ധൃതിയിൽ റിസീവർ കാതോട് ചേർക്കുന്നത് കണ്ടു. അപ്പുറത്തു നിന്ന് ലാവ കണക്കെ ആ ശബ്ദം ചിദംബരത്തിന്റെ കാതുകളിലേക്ക് ഒഴുകിയിറങ്ങി. എടോ ചിദംബരം, കാക്കിയിട്ടുകൊണ്ട് വർമ്മയ്ക്ക് അടുക്കളപ്പണി ചെയ്യുകയാണ് താനെന്ന് ഈ നാട്ടിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. പക്ഷേ അതൊന്നും തന്നെ ഓർമ്മപ്പെടുത്താനല്ല ഞാനിപ്പോൾ വിളിച്ചത്. ഊട്ടിയിൽ നീ കഴിഞ്ഞയിടെ വാങ്ങിയ ഹോട്ടലിനെ കുറിച്ച് സംസാരിക്കാനാണ്. നിന്റെ പേരിലല്ല, നിന്റെ അമ്മാവിയപ്പന്റെ പേരിൽ. എന്താടോ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഇത്രമാത്രം വരുമാനമോ? ഈ സർക്കാർ ഇഷ്ടം പോലെ പണം തരുന്നുണ്ട് അല്ലേ? നിങ്ങളാരാ? ചിദംബരത്തിന്റെ ശബ്ദത്തിൽ നേരിയ വിറയൽ.
ഇടയ്ക്കിടെ RK വർമ്മയെ ഫോണിൽ വിളിക്കാറുള്ള ഒരു ബാസ്റ്റഡില്ലേ, അയാള് തന്നെ. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ആ ഹോട്ടലിൽ ബോംബെയിൽ നിന്ന് ഒരാൾ വന്ന് താമസിച്ചിരുന്നു അല്ലേ? തലയിൽ ഒരു ചുറ്റിക കൊണ്ട് അടിച്ച മാതിരി കിടുങ്ങിപ്പോയി ചിദംബരം. നിങ്ങൾക്ക് എന്തു വേണം? ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ബ്ലാക്ക് മെയിൽ ചെയ്യാനൊന്നും എനിക്കുദ്ദേശമില്ല. പക്ഷേ RK വർമ്മ തന്നിരിക്കുന്ന പരാതി അന്വേഷിക്കാൻ ജ്വാലയെ നിയോഗിക്കണം. അല്ലെങ്കിൽ മറുപടി പറയാൻ വാക്കുകൾ കിട്ടിയില്ല ചിദംബരത്തിന്. അയാളുടെ നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ ഉരുണ്ടുകൂടി തുടങ്ങി. അപ്പുറത്ത് ഫോൺ കട്ട് ചെയ്തത് ചിദംബരം അറിഞ്ഞില്ല. റിസീവറും കയ്യിൽ പിടിച്ചുകൊണ്ട് അങ്ങനെ തന്നെ ഇരുന്നു. സാർ, DYSP ലക്ഷ്മണന്റെ ശബ്ദമാണ് അയാളെ ഉണർത്തിയത്. ഒരു സ്വപ്നത്തിൽ നിന്നെന്ന വണ്ണം അയാൾ തലതിരിച്ചു നോക്കി. എന്തുപറ്റി സാർ? നത്തിങ്. മിസ്റ്റർ ലക്ഷ്മണൻ, ആ ഫയലിങ് തിരികെ തന്നേക്കൂ. സാർ, ലക്ഷ്മണന്റെ നെറ്റി ചുളിഞ്ഞു. ഇത് അന്വേഷിക്കണ്ടേ? വേണം. ഇപ്പോഴാണ് ഞാൻ വേറെ ചിലത് ചിന്തിച്ചത്. താൻ തന്നെ ഇത് അന്വേഷിച്ചാൽ ഒരുപക്ഷെ ചില പരാതികൾ ഉണ്ടാവാനിടയുണ്ട്. അതുകൊണ്ട് ജ്വാല അന്വേഷിക്കട്ടെ. ലക്ഷ്മണന്റെ മുഖം വിളറിപ്പോയി. ഫോണിലൂടെ SP സാറിനെ ആരോ ശരിക്കും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്ന് അയാൾക്കുറപ്പായി. പിന്നെ ഒന്നും പറയാനാവാതെ ലക്ഷ്മണൻ ഫയൽ മേശപ്പുറത്ത് വെച്ച് അറ്റൻഷനായി. അനന്തരം തിരിഞ്ഞു നടന്നു. ഈ നേരത്ത് ജ്വാല IPS മദനെ കൊണ്ട് RK വർമ്മയ്ക്കെതിരെ ഒരു പരാതി തയ്യാറാക്കി വെച്ചിരുന്നു. അകാരണമായി തന്നെ അയാളും ഗുണ്ടകളും ചേർന്ന് മർദ്ദിച്ചു എന്നതായിരുന്നു പരാതി. അത് കഴിഞ്ഞ് ഓഫീസിൽ എത്തുമ്പോഴാണ് SP-യുടെ കോൾ വന്നത്. ഉടൻ തന്റെ അരികിലെത്താൻ അവൾ ചിദംബരത്തിന് മുന്നിലെത്തി അറ്റൻഷനായി. സാർ, ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നതിന് ശേഷമാണ് ചിദംബരം ആ ഫയൽ നീട്ടിയത്. കൂടെ ഒരു നിർദ്ദേശവും. അന്വേഷണം നീതിപൂർവമായിരിക്കണം സാർ. അവൾ അത് വാങ്ങി. ജ്വാലയ്ക്കും അത്ഭുതമായിരുന്നു. ചിദംബരം സാർ ഈ കേസ് തന്നെ ഏൽപ്പിക്കാൻ കാരണമെന്താണ്? ഏതായാലും അന്വേഷിച്ചേ പറ്റൂ. SI മോഹനനെയും കൂട്ടിയാണ് അവൾ ഹോസ്പിറ്റലിൽ എത്തിയത്. അപ്പോൾ മുറിക്കുള്ളിൽ വർമ്മയുടെ മക്കൾ 3 പേരും ഉണ്ടായിരുന്നു, കൂടാതെ ഇസ്രയേൽ ബാബുവും. അവൾ അങ്ങോട്ട് ചെന്നതോടെ ഡാഡിയുടെ കിടക്കയിൽ ഇരിക്കുകയായിരുന്ന സവിത അറിയാതെ എണീറ്റു. സഞ്ജയും സനലും വിളറിയ മുഖത്തോടെ ഒഴിഞ്ഞു മാറി. ജ്വാലയെ കണ്ടപ്പോൾ RK വർമ്മ പല്ലിഞ്ഞെരിച്ചു. എന്തിനാടി പട്ടിച്ചി ഇങ്ങോട്ട് വന്നത്? ഞാൻ തൊലഞ്ഞു പോയോ എന്നറിയാനാണോ? ജ്വാലയുടെ മുഖമുരുണ്ടു. എടോ വർമ്മേ, താൻ തൊലഞ്ഞോ എന്ന് തിരക്കാനുള്ള നേരമായിട്ടില്ല. അങ്ങനെ ആകുമ്പോൾ മറ്റാരേക്കാളും മുമ്പേ അവിടെ എത്തുന്നത് ഞാൻ തന്നെയായിരിക്കും, സംശയം വേണ്ട. പക്ഷേ പൊടുത്ത പട്ടിയെപ്പോലെ നരകിക്കാതെ താൻ ചാവാൻ ഞാൻ സമ്മതിക്കില്ലെന്നുള്ളത് വേറെ കാര്യം. എടീ, വേണ്ട, വെറുതെ BP കൂട്ടണ്ട. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് 1-2 കാര്യങ്ങൾക്കാണ്. നിങ്ങളെ ഒരു മദൻ ആക്രമിച്ചുവെന്ന് കാണിച്ച് പരാതി തന്നിരുന്നുവല്ലോ, അതേക്കുറിച്ച് അന്വേഷിക്കാൻ. ഒപ്പം മദനും ഒരു പരാതി തന്നിട്ടുണ്ട്. ആ മനുഷ്യനെ നിങ്ങൾ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന്, അതേക്കുറിച്ചും അന്വേഷിക്കണം. ഇറങ്ങിപ്പോടി നായിന്റെ മോളെ. നീയൊരു കോപ്പന്വേഷിക്കാൻ വന്നിരിക്കുന്നു. നിന്റെ ചോദ്യത്തിന് ഉത്തരം തരാൻ എനിക്ക് മനസ്സില്ലടി. എന്നെ ആരെങ്കിലും തല്ലിയെങ്കിൽ ഞാൻ അതിന്റെ മറുപടി കൊടുത്തോളാം. ഓക്കെ, ജ്വാല ചിരിച്ചു. ഇതിനിടെ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ ടേപ്പ് റെക്കോർഡർ എടുത്തു. മതി, എനിക്ക് ഇത്രമാത്രം മതി. കേസന്വേഷണത്തിനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥയോട് നിങ്ങൾ പറഞ്ഞ മറുപടി ഉഗ്രനായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മിസ്റ്റർ മദൻ തന്ന പരാതിക്കുള്ള അന്വേഷണം വേണ്ടെന്ന് വെക്കില്ല ഞാൻ. ഈ മറുപടി വെച്ചുകൊണ്ട് നിങ്ങളെ കോടതിയിലെത്തിക്കുവാൻ എനിക്കാവും. ബഹുമാനപ്പെട്ട നീതിപീഠവും RK വർമ്മയുടെ അന്തസ്സുള്ള പെരുമാറ്റത്തെക്കുറിച്ച് മനസ്സിലാക്കട്ടെ. വിളറിപ്പോയി വർമ്മ. കമോൺ മോഹനൻ. ജ്വാല തിരിച്ചു നടന്നു. അതിനിടെ വർമ്മയുടെ മക്കളെയും ഇസ്രയേൽ ബാബുവിനെയും ഒന്ന് നോക്കാനും മറന്നില്ല. ജ്വാല ഇറങ്ങിപ്പോയ ഉടനെ വർമ്മയുടെ മൊബൈൽ ഫോൺ ശബ്ദിച്ചു. സഞ്ജയാണ് അറ്റൻഡ് ചെയ്തത്. പിന്നെ വർമ്മയ്ക്ക് നീട്ടി. ഡാഡിക്കാണ്. അത് വാങ്ങി കാതോട് ചേർക്കുമ്പോൾ വർമ്മയുടെ കൈ വേദനിച്ചു. യെസ്. എങ്ങനെയുണ്ടായിരുന്നടോ ആ പൊട്ടൻ ചെറുക്കന്റെ അടി? ഇത്തിരി മൂപ്പായി പോയി അല്ലേ? അപ്പുറത്തു നിന്ന് പരിഹാസം നിറഞ്ഞ ഒരു ശബ്ദം. അത് തന്നെ പലപ്പോഴും ഫോണിൽ വിളിച്ചിട്ടുള്ള ആ മനുഷ്യനാണെന്ന് അയാൾക്ക് ഉറപ്പായി. നാവിറങ്ങിപ്പോയോ വർമ്മേ? നാവുള്ളപ്പോഴെങ്കിലും തനിക്ക് സംസാരിച്ചുകൂടെ? ഒരു പക്ഷേ നാവ് നഷ്ടപ്പെട്ടു കൂടൊന്നുമില്ലല്ലോ. കാരണം അത്രയ്ക്ക് നല്ലതല്ലേ തന്റെ കയ്യിലിരിപ്പ്. ഇങ്ങനെ മറഞ്ഞിരുന്ന് സംസാരിക്കാതെ ചുണയുണ്ടെങ്കിൽ നേരിൽ വാടാ നായിന്റെ മോനെ. വർമ്മ ആരാണെന്ന് കാണിച്ചു തരാം. ഛേ, തന്റെ മക്കളൊക്കെ അവിടില്ലേ? കാണിക്കുന്നത് മോശമാകില്ലേ? അടക്കിയ ചിരി. വർമ്മയ്ക്ക് പെരുത്ത് കയറി. ഫോൺ വെച്ചിട്ട് പോടാ പട്ടി. അപ്പുറത്തെ ആൾ ഗൗരവത്തിലായി. ഞാൻ നിന്റെ മുന്നിലെത്തേണ്ട സമയമാകുന്നു. പക്ഷെ ഞെട്ടല്ലേ? ഏതായാലും നീ കിടക്കുമ്പോൾ വരില്ല ഞാൻ. നീ എണീറ്റ് ആണുങ്ങളെ പോലെ ഒന്ന് നടന്നു തുടങ്ങ്. അപ്പോൾ മുന്നിലുണ്ടാവും ഞാൻ. എല്ലാവിധ സ്വീകരണ പരിപാടികളും ഒരുക്കി വെച്ചേക്കണം നീ.
കൂട്ടത്തിൽ നിനക്കൊരു ശവപ്പെട്ടിയും. ഇന്ത്യയിൽ കിട്ടാത്ത തരത്തിലുള്ള ഒരു റീത്ത് വിദേശത്തു നിന്ന് ഞാൻ ഇറക്കുന്നുണ്ട് നിനക്കായിട്ട്. ഫോൺ കട്ടായി. സ്കൗണ്ട്രൽ. വർമ്മ ഫോൺ കിടക്കരികിലേക്ക് ആഞ്ഞെറിഞ്ഞു. ആ നേരത്ത് മദന്റെ അരികിൽ എത്തിക്കഴിഞ്ഞിരുന്നു ജ്വാല. മുഹമ്മദ് അവിടെയുണ്ടായിരുന്നു. ലക്ഷ്മണൻ വന്നാലോ എന്ന് കരുതിയാണ് അയാളെ അവിടെ ഇരുത്തിയത്. എങ്ങനെയുണ്ട് മുഹമ്മദ്? കുഴപ്പമൊന്നുമില്ല സാർ, വേണമെങ്കിൽ വീട്ടിൽ പോകാവുന്നതേയുള്ളൂ. ജ്വാല ഏട്ടനെ നോക്കി. അവൻ ചിരിച്ചു. ഈ പോലീസുകാരൻ നല്ലതാ ജ്വാലെ, എന്നോട് വലിയ സ്നേഹമാ. മുഹമ്മദിനെ ചൂണ്ടി അവൻ പറഞ്ഞു. ജ്വാലയ്ക്ക് സന്തോഷവും വിഷമവും ഒന്നിച്ചുണ്ടായി. അവൾ അവന്റെ അരികിൽ കിടക്കയിൽ ഇരുന്നു. RK വർമ്മ കേസുമായി മുന്നോട്ടു പോകില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞ സ്ഥിതിക്ക് ഏട്ടനെ വീട്ടിൽ കൊണ്ടുപോകുന്നതാണ് നല്ലതെന്ന് തോന്നി. അതാകുമ്പോൾ മമ്മിക്ക് സമാധാനമാകും. ഏട്ടൻ ഇവിടെയാണെന്ന് മമ്മിയെ അറിയിക്കാതിരുന്നതാണ് ഏറെ നന്നായതെന്ന് അവൾക്ക് തോന്നി. ഡിസ്ചാർജ് ചെയ്ത് ഏട്ടനെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവൾ പറഞ്ഞു, അടിപിടിയുടെ കാര്യമൊന്നും മമ്മിയോട് പറയണ്ട കേട്ടോ. അവനെന്ന് മോളി. വീടെത്തി. പ്രിയങ്ക വന്ന് വാതിൽ തുറന്നു. മദനെ കണ്ടപ്പോൾ അവർക്കൊരു സംശയം. മോനെന്താ ഒരു ക്ഷീണം പോലെ? ഓ, മമ്മിക്ക് തോന്നിയതാവും. പറഞ്ഞത് ജ്വാലയാണ്. മദൻ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോയി. മമ്മിയെ കടന്ന് ജ്വാലയും മുന്നോട്ടു പോകാൻ ഭാവിക്കുകയായിരുന്നു. അപ്പോൾ പ്രിയങ്ക തടഞ്ഞു. എന്താ മോളെ ഉണ്ടായത്? ജ്വാലയുടെ നെറ്റി ചുളിഞ്ഞു. മമ്മി എന്തെങ്കിലും അറിഞ്ഞുകൊണ്ടാണോ ചോദിക്കുന്നത്? എങ്കിലും തിരക്കി. മമ്മി ഉദ്ദേശിക്കുന്നത്? മോൻ എന്താ വിഷമിച്ചിരിക്കുന്നത്? വീട്ടിൽ വരുന്നത് ഇപ്പോൾ ഏറെ ഇഷ്ടമായി കഴിഞ്ഞല്ലോ അവന്. എന്നിട്ടും മാത്രമല്ല, രാവിലെ പോയ അവൻ ഈ നേരത്ത് തിരിച്ചു വന്നു. അയാൾ പോരാൻ സമ്മതിച്ചോ? മമ്മിയുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയണമെങ്കിൽ ഒരുപാട് കള്ളങ്ങൾ കണ്ടെത്തേണ്ടി വരും. അതിൽ ഭേദം ഉള്ളത് തുറന്നറിയിക്കുന്നതാണെന്ന് കരുതി ജ്വാല എല്ലാം പറഞ്ഞു. എന്റെ ദൈവമേ! തലയിൽ കൈവച്ചുകൊണ്ട് ഭയത്തോടെയോ സംശയത്തോടെയോ ഒക്കെ ജ്വാലയെ തുറച്ചു നോക്കി പ്രിയങ്ക. ഇനി എന്റെ കുഞ്ഞിനെ ആ ചെകുത്താൻ വെറുതെ വിടുമോ? ജ്വാല ചിരിച്ചു. മമ്മി അത്രയ്ക്കങ്ങോട്ട് ഭയക്കേണ്ട കാര്യമില്ല. ഞാൻ പിന്നെ എന്തിനാ ഈ യൂണിഫോം ധരിച്ചുകൊണ്ട് നടക്കുന്നത്? മാത്രമല്ല, ഇന്നത്തെ സംഭവത്തിൽ അഭിമാനിക്കുകയല്ലേ വേണ്ടത്? ഏട്ടൻ ഒരാണിനെ പോലെ പ്രതികരിച്ചതിൽ. അവനും ഒത്തിരി തല്ലുകിട്ടി കാണത്തില്ലേ മോളെ? അത് പിന്നെ അങ്ങനെയല്ലേ, അടിയാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടും. അതിൽ കാര്യമില്ല. ജയമാണ് മുഖ്യം. ഇവിടെ ഏട്ടൻ ജേതാവാണ്. RK വർമ്മയെ ആദ്യം ജയിച്ചത് ഏട്ടനാണ്. പ്രിയങ്ക വേഗം മകന്റെ മുറിയിലേക്ക് പോയി. ഇരുളിന്റെ കരിമ്പടം കെട്ടഴിഞ്ഞു വീണു. ആശുപത്രിയിലും പരിസരങ്ങളിലും ലൈറ്റുകൾ തെളിഞ്ഞു. അപ്പോൾ RK വർമ്മയുടെ മുറിയിൽ ഒരു ചർച്ച നടക്കുകയായിരുന്നു. SP ചിദംബരവും DYSP ലക്ഷ്മണനും ഇസ്രയേൽ ബാബുവും അതിൽ പങ്കെടുത്തു. വർമ്മയാണ് തുടങ്ങിയത്. ഇനിയിപ്പോൾ ആ പട്ടിച്ചയെ ജീവനോടെ വെക്കേണ്ട കാര്യമില്ല. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എനിക്കും അതേ അഭിപ്രായമാണ്. ലക്ഷ്മണനും അനുകൂലിച്ചു. അവൾ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് തലവേദന ഒഴിഞ്ഞിട്ടില്ല. ചിദംബരവും സമ്മതിച്ചു. പക്ഷേ ഒരിടത്തും യാതൊരു തെളിവും അവശേഷിക്കാൻ പാടില്ല. വർമ്മ ബാബുവിനെ നോക്കി. നീ ഒരിക്കൽ ഏതോ ഒരു പദ്ധതിയെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നല്ലോ. ബാബു തലയിളക്കി. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രൊഫഷണൽ വർക്കാണ്. ബോംബെയിൽ നിന്ന് ആളിനെ ഇറക്കാനോ? ചിദംബരം തിരക്കി. എന്തിന്? ബോംബെയിലുള്ളതിനേക്കാൾ നല്ല കില്ലേഴ്സ് നമ്മുടെ തലസ്ഥാന നഗരിയിൽ തന്നെയുണ്ട്. നിങ്ങൾ പോലീസുകാർക്ക് പോലും അവരെക്കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷേ തലസ്ഥാനത്തെ പല പ്രമുഖർക്കും അവരെ അറിയാം. മന്ത്രിമാർ മുതലിങ്ങോട്ട് അവരെ നിലനിർത്തുന്നത് ഇത്തരക്കാരാണ്. ശരി ശരി, എന്താണെന്ന് വെച്ചാൽ ചെയ്യ്. പക്ഷേ ഒന്നുണ്ട്, ഇത്തവണ അത് പാഴാക്കരുത്. വർമ്മ പറഞ്ഞു. ഞാൻ ഈ ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങുന്നത് അവൾക്ക് റീത്ത് വയ്ക്കാനായിരിക്കണം. ബാബു സമ്മതിച്ചു. എന്നാൽ ഇപ്പോൾ തന്നെ നീ പൊയ്ക്കോളൂ. ശരി സാബ്. ബാബുവിനെ അവർ അങ്ങനെ പറഞ്ഞയച്ചത് വേറെ ചില ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. കാരണം അവൻ പോലും കേൾക്കാതെ അവർക്ക് ചിലത് പറയാനുണ്ടായിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഫോൺ ശബ്ദിച്ചു. വർമ്മ അതെടുത്ത് നമ്പർ നോക്കി. സഞ്ജയിന്റെ മൊബൈൽ ഫോൺ നമ്പർ. അയാൾ അത് ചെവിയോടടുപ്പിച്ചു. എന്താടാ പപ്പ? പരിഭ്രമം നിറഞ്ഞ ശബ്ദം. വേഗം പറയടാ. അയാള് രക്ഷപ്പെട്ടു. മൈ ഗോഡ്! നിലവിളിച്ചു പോയി വർമ്മ. എപ്പോൾ? അറിയില്ല. ഇപ്പോൾ മുറി ശൂന്യമാണ്. നോക്ക്, എല്ലായിടത്തും നോക്ക്. ഒരിക്കലും അവൻ രക്ഷപ്പെടരുത്. അസഹ്യമായ വേദനയ്ക്കിടയിലും വർമ്മ ഉരുണ്ടു പിരണ്ടെണീറ്റു. എന്താ? എന്തുപറ്റി? ചിദംബരവും ലക്ഷ്മണനും ഒരേപോലെയാണ് തിരക്കിയത്. വർമ്മ അവരെ പകച്ചു നോക്കി. ആദ്യം കാണുന്നത് പോലെ. അയാളുടെ മുഖം കൂടെ കൂടെ വിയർക്കാൻ തുടങ്ങിയിരുന്നു. അവർ ചോദ്യം ആവർത്തിച്ചു. ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ തൽക്കാലം പോ. എനിക്കൊന്ന് ഒറ്റയ്ക്കിരിക്കണം. വർമ്മ തിടുക്കത്തിൽ പറഞ്ഞു. ചിദംബരവും ലക്ഷ്മണനും മുഖാമുഖം നോക്കി. തക്കതായതെന്തോ നടന്നിട്ടുണ്ടെന്ന് ഉറപ്പാണ്.
പോ, നിങ്ങൾ വേഗം പോ. ഓക്കെ. ഒന്നുകൂടി സംശയിച്ചു നിന്ന ശേഷം അവർ പോയി. പുറത്ത് മറുതമാധവനുമുണ്ടായിരുന്നു. വർമ്മ അയാളെ വിളിച്ചു. ഒരലർച്ച പോലെയായിരുന്നു അത്. മാധവൻ ഓടിയെത്തി. എടാ, എനിക്കുടനെ പോകണം. സാബ്, ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഓപ്പ്, നീ വാടാ, ബില്ലൊക്കെ കൊടുത്തയക്കാം. ഇപ്പോൾ ഒന്നിനും നേരമില്ല. മാധവൻ പെട്ടെന്ന് സാധനങ്ങൾ ബാഗിലാക്കി. അയാളുടെ തോളിൽ പിടിച്ചുകൊണ്ടാണ് വർമ്മ പുറത്തേക്ക് വന്നത്. അപ്പോൾ വർമ്മയ്ക്ക് ഇഞ്ചക്ഷൻ എടുക്കാനായി ഒരു നഴ്സ് അങ്ങോട്ട് വരികയായിരുന്നു. വർമ്മ പോകുന്നത് കണ്ട് അവൾ അമ്പരന്നു. സാർ, ഇഞ്ചക്ഷൻ നിന്റപ്പനെ കൊണ്ട് കൊടുക്കടി. നഴ്സ് തിരികെ പോയി ഡ്യൂട്ടി ഡോക്ടറോട് വിവരം പറഞ്ഞു. അവർ ലിഫ്റ്റിനരികിൽ എത്തിയപ്പോഴേക്കും ഡോക്ടർ എത്തി. വർമ്മ സാർ, എന്താണിത്? രണ്ടൊലക്ക. താൻ തന്റെ പാട് നോക്കടോ. അവർ ലിഫ്റ്റിൽ കയറി. അത് താഴേക്ക് പോയി. വർമ്മയെ പിൻസീറ്റിൽ കയറ്റിയ ശേഷം ധൃതിയിൽ മർദ്ദമാധവൻ ഡ്രൈവിംഗ് വീലിന് പിന്നിലെത്തി. കാർ സ്റ്റാർട്ട് ചെയ്തതേയുള്ളൂ. ഗേറ്റ് കടന്നെത്തിയ ഒരു വാഹനം മുരൾച്ചയോടെ അതിനു മുന്നിൽ കുറുകെ വന്ന് നിന്നു. അധ്യായം 14. മർദ്ദമാധവന്റെ നെറ്റി ചുളിഞ്ഞു. ഹോണടിക്കരുത് എന്ന് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ലൈറ്റിന്റെ വെളിച്ചത്തിൽ കാണാമായിരുന്നിട്ടും മാധവൻ ഹോണടിച്ചു. രാത്രിയാകുന്നതിനാൽ ആശുപത്രിക്ക് പുറത്തുണ്ടായിരുന്നവരൊക്കെ അങ്ങോട്ട് നോക്കി. വർമ്മയുടെ കാറിന് മുന്നിൽ കുറുകെ വന്നു നിന്ന ടൊയോട്ടോ കാറിൽ നിന്ന് ആരും ഇറങ്ങിയില്ല. എഞ്ചിൻ ഓഫ് ചെയ്തതുമില്ല. അതിനുള്ളിൽ ആരൊക്കെയുണ്ടെന്ന് അറിയില്ലായിരുന്നു. കാരണം അതിന്റെ ഗ്ലാസുകൾ ഉയർത്തി വെച്ചിരിക്കുകയായിരുന്നു. ഏത് പട്ടി കഴിവേറിയാടാ അതിൽ? വേഗം എടുത്തു മാറ്റാൻ പറയടാ. വർമ്മ മാധവനെ നോക്കി ഗർജിച്ചു. ഒരിക്കൽ കൂടി മാധവൻ ഹോണടിച്ചിട്ടും മുന്നിലെ വാഹനത്തിൽ നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല. അണപ്പല്ലുകൾ കടിച്ചു പൊട്ടിച്ചുകൊണ്ട് അയാൾ ഇറങ്ങി. ആ വാഹനത്തിന് നേരെ കുതിച്ചു. എടുത്തു മാറ്റടാ പുല്ലേ കാറ്. ആ ക്ഷണം പിന്നിലെ സൈഡ് ഗ്ലാസ് പതിയെ താഴേക്ക് മാറി. കണ്ണട വെച്ച ഒരു മുഖം മാധവൻ അവ്യക്തമായി കണ്ടു. എന്താ പറഞ്ഞത്? കാറെടുത്ത് മാറ്റാൻ മുന്നിൽ നിന്ന്. എടുത്താൽ പൊങ്ങത്തില്ലല്ലോ സുഹൃത്തേ. ദേ, നിനക്കൊക്കെ തമാശ കാണിക്കാനുള്ള നേരമല്ലിത്. ആ കാറിൽ ഇരിക്കുന്നത് വർമ്മ സാബാണ്. ഓ, പന്നിക്കച്ചവടക്കാരൻ വർമ്മ. അയാളിത്ര ധൃതിയിൽ എവിടെ പോകുകയാ? അയാടപ്പൻ തൂങ്ങി നിൽക്കുന്നോ? മര്യാദയ്ക്ക് പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കില്ല അല്ലേ? എങ്കിൽ അനുസരിപ്പിക്കാൻ ഈ മാധവൻ അറിയാം. മാധവൻ കൈ ചുരുട്ടി അയാൾക്ക് നേരെ ഓങ്ങി. പക്ഷേ അതിനും ഒരു നിമിഷം മുമ്പ് കാറിലിരുന്ന മനുഷ്യന്റെ ഉരുക്കുമുഷ്ടി ചീറി വന്നു. ഇതിരിക്കട്ടെ മറുതെ. മൂക്കും മുകൾ ചുണ്ടും ചേർന്നാണ് ഇടി കിട്ടിയത്. വല്ലാത്തൊരു നിലവിളിയോടെ മാധവൻ മലർന്നു വീണു. അയാളുടെ മുൻനിരയിലെ 2 പല്ലുകൾ അടർന്നു പോകുകയും ചെയ്തു. മാധവൻ തുപ്പിയത് ചോരയാണ്. ആ നിമിഷം കാറിൽ നിന്ന് ഡ്രൈവർ ഇറങ്ങി. അയാളുടെ കയ്യിൽ ഒരു റീത്തുമുണ്ടായിരുന്നു. റീത്ത് അയാൾ വർമ്മയുടെ കാറിന്റെ ബോണറ്റിൽ വെച്ചു. പിന്നെ തിരിച്ചു നടന്നു. എടാ! വർമ്മയുടെ ഗർജനം. ടൊയോട്ടോയുടെ ഡ്രൈവർ ഒന്ന് തിരിഞ്ഞു നോക്കിയത് കൂടിയില്ല. അതിന്റെ പിന്നിലെ ഗ്ലാസ് വീണ്ടും ഉയർന്നു കഴിഞ്ഞിരുന്നു. ടൊയോട്ടോ മുരൾച്ചയോടെ വെട്ടിത്തിരിഞ്ഞ് ഗേറ്റ് കടന്നു പോയി. അപ്പോഴാണ് മാധവൻ എണീക്കുന്നത്. വർമ്മ അയാളെ പുളിച്ച തെറി വിളിച്ചു. വന്ന് വണ്ടിയെടുക്കടാ. തന്റെ മുഖം കോടിയിരിക്കുകയാണെന്ന് തോന്നിയിട്ടും അയാൾ ഓടിവന്ന് കാറിൽ കയറി. ആ റീത്ത് എന്തിനാടാ ബോണറ്റിൽ വെച്ചിരിക്കുന്നത്? നിന്റെ അമ്മയുടെ നെഞ്ചത്ത് വയ്ക്കാനോ? മാധവൻ വീണ്ടും ഇറങ്ങിച്ചെന്ന് റീത്തെടുത്തു വലിച്ചെറിഞ്ഞു. പിന്നെ കാറിൽ കുതിച്ചു കയറി. സ്വിച്ച് കീ വീണ്ടും തിരിഞ്ഞു. ഹെഡ്ലൈറ്റുകൾ തീക്കണ്ണുകളായി. ഗേറ്റ് കടന്ന് കാർ അലറിപ്പാഞ്ഞു. കോള കമ്പനിയിലേക്ക്. അതിനിടെ വർമ്മ പറഞ്ഞു. മാധവന്റെ കാൽ ആക്സിലേറ്ററിൽ പിന്നെയും ആഞ്ഞമർന്നു. നിലം തൊടാതെ എന്ന വണ്ണം കുതിക്കുകയാണ് കാർ. അരമണിക്കൂർ കൊണ്ട് കോള കമ്പനിയിലെത്തി. വാച്ചർ അറ്റൻഷനായി. പോർച്ചിൽ കാർ നിന്നു. മാധവൻ ഇറങ്ങി പിന്നിലെ ഡോർ തുറന്നു പിടിച്ചു. വർമ്മ ബുദ്ധിമുട്ടി പുറത്തേക്ക് വന്നപ്പോഴേക്കും സഞ്ജയ് ഓടിയെത്തി. എന്തെങ്കിലും വിവരം കിട്ടിയോടാ? നോ ഡാഡി, നമ്മുടെ ആളുകൾ എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട്. അമർത്തിയൊന്ന് മൂളിക്കൊണ്ട് വർമ്മ മുന്നോട്ട് നീങ്ങി. സഞ്ജയ് പപ്പയെ താങ്ങിപ്പിടിച്ചു. ആ മുറിയിലേക്ക് പോകാം. യേസ് പപ്പ. കോളക്കുപ്പികൾക്കിടയിലൂടെ നടന്ന് അവർ ഒരു മുറിയിലെത്തി. ശൂന്യമായ ആ മുറിയിലൂടെ വർമ്മയുടെ കണ്ണുകൾ തെന്നി നടന്നു. എവിടെയാണ് തെറ്റ് പറ്റിയത്? പപ്പയെ ആശ്വസിപ്പിക്കാൻ എന്നവണ്ണം സഞ്ജയ് പറഞ്ഞു. നേരം പുലരും മുമ്പ് നമ്മുടെ ആൾക്കാർ കണ്ടെത്തും പപ്പ. വർമ്മ മിണ്ടിയില്ല. നേരം പുലർന്നു. ജ്വാല IPS ഏട്ടന്റെ മുറിയിലേക്ക് ചെന്നു. എന്തോ ചിന്തിച്ചുകൊണ്ട് വെറുതെ കിടക്കുകയായിരുന്നു അവൻ. അവളെ കണ്ടപ്പോൾ മെല്ലെ പുഞ്ചിരിച്ചുകൊണ്ട് എണീറ്റു. ഇപ്പോൾ എങ്ങനെയുണ്ട് ഏട്ടാ? വേദന കുറഞ്ഞു? പേടി തോന്നുന്നുണ്ടോ? ഇല്ല. അവൻ കൈകൾ നീട്ടിക്കുടഞ്ഞു. വർമ്മ മുന്നിൽ വന്നാൽ ഏട്ടൻ പേടിക്കുമോ? എവിടെ? ഒറ്റയടിക്ക് തീർക്കും ഞാൻ. അവൻ പുഞ്ചിരിച്ചു. അങ്ങനെ കാണുമ്പോൾ തന്നെ ഇടിക്കുകയും മറ്റും വേണ്ട. പിന്നെങ്ങനെ? ഇങ്ങോട്ട് വഴക്കിന് വരികയാണെങ്കിൽ വിടരുത്, അത്രമാത്രം.
നമ്മളായിട്ട് അങ്ങോട്ട് വഴക്കിന് പോകുകയും അരുത്. അവൻ തലകുലുക്കി. എങ്കിൽ ഇന്ന് ഏട്ടൻ പിഗ് ഫാമിൽ പോകണം. പിന്നെ ജ്വാല പറഞ്ഞതോ, എന്നെ അയാൾ അവിടെ നിർത്തുകയില്ലെന്ന്. ഇല്ല, അതിന് തന്നെയാണ് പോണമെന്ന് പറഞ്ഞത്. വാതിൽക്കൽ എല്ലാം കേട്ടുകൊണ്ട് പ്രിയങ്ക നിൽപ്പുണ്ടായിരുന്നു. ജ്വാല എന്തിനുള്ള പുറപ്പാടാണെന്നറിയാതെ അവർ പകച്ചു. അന്ന് നല്ല വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് മദൻ പിഗ് ഫാമിലേക്ക് പോയത്. ഗേറ്റ് കടന്ന് അവൻ അകത്തേക്ക് ചെന്നപ്പോൾ സനൽ അവിടെ നിന്ന് വിക്രമനും ക്ലീറ്റസിനും എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ നൽകുകയായിരുന്നു. അവനെ കണ്ടപ്പോൾ മൂവരും മുഖാമുഖം നോക്കി. കഴിഞ്ഞ ദിവസത്തെ രംഗങ്ങൾ മനസ്സിൽ തെളിഞ്ഞു. അറിയാതെ അവർ പിന്നോട്ട് മാറി. അകലെ വെച്ചു തന്നെ മദനെ കണ്ട വസന്ത തന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയി. അവൻ തങ്ങളെ കടന്ന് മുന്നോട്ട് പോയപ്പോൾ സനൽ വിളിച്ചു, ഏയ്. മദൻ തിരിഞ്ഞു നോക്കി. നിനക്കെന്താ ഇവിടെ കാര്യം? ഇവിടത്തെ പണിക്കാരനല്ലേ ഞാൻ. അത് നേരത്തെ. ഇനി നിനക്ക് ഇവിടെ ജോലിയില്ലെന്ന് ഡാഡി പറഞ്ഞിട്ടുണ്ട്. വാക്കിന് മാറ്റമില്ലല്ലോ? സന്തോഷത്തോടെ മദൻ തിരക്കി. ഇല്ല. അവൻ തിരികെ വന്ന് അവർക്ക് നേരെ കൈ ചൂണ്ടി. പോയി പന്നിയെ പിടിക്കണടാ. അവർ വിരണ്ട് പിന്നോക്കം മാറി. മദൻ ചിരിച്ചുകൊണ്ട് കയ്യും വീശി നെഞ്ചും വിരിച്ചു നടന്നു, ഒരു ഒറ്റയാനെ പോലെ. അവന്റെ കാൽക്കീഴിൽ മണൽത്തരികൾ ഞെരിഞ്ഞമർന്നു. ആ പോക്കു നോക്കി നിൽക്കുകയായിരുന്നു സനലും കൂട്ടരും. ഒരു യുദ്ധം ജയിച്ച സന്തോഷമായിരുന്നു മദന്. വർഷങ്ങളായി ചെയ്തുകൊണ്ടിരുന്ന അടിമപ്പണി എന്നേക്കുമായി അവസാനിച്ചിരിക്കുന്നു. വീട്ടിലെത്തിയ അവൻ സന്തോഷത്തോടെ എല്ലാം മമ്മിയോട് പറഞ്ഞു. പ്രിയങ്കയ്ക്ക് ആശ്വാസമായി. എങ്കിലും ഒന്ന് കാണാതെ മറ്റൊന്ന് ചെയ്യുന്നവനല്ല വർമ്മയെന്ന് ആ സ്ത്രീക്ക് നന്നായി അറിയാമായിരുന്നു. ആ ധാരണ ഒട്ടും തെറ്റുമല്ലായിരുന്നു. വീട്ടിൽ ബെഡ് റെസ്റ്റിലായിരുന്ന വർമ്മയുടെ ചിന്ത മുഴുവൻ ആ കുടുംബത്തെ തന്നെ എന്നേക്കുമായി അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചായിരുന്നു. ഇസ്രയേൽ ബാബു ഇനിയും മടങ്ങി വന്നിട്ടില്ല. അവൻ വന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്കും തീരുമാനമാകും. പപ്പ, സബിത അവിടേക്ക് വന്നു. ഇങ്ങനെ കുത്തിപ്പിടിച്ചു കിടക്കാതെ ഒന്നെണീറ്റ് നടന്നുകൂടെ? വർമ്മ മകളെ തുറച്ചൊന്നു നോക്കി. അവൾ അയാൾക്കരികിൽ കിടക്കയിലിരുന്നു. അയാളുടെ കൈയെടുത്ത് തന്റെ കൈവെള്ളയിൽ വെച്ച് തടവിക്കൊണ്ട് സ്നേഹത്തോടെ വിളിച്ചു, പപ്പ. വേഷം കെട്ട് വേണ്ട. കാര്യമെന്താണെന്ന് പറഞ്ഞാൽ മതി. ഒരു 10,000 രൂപ വേണം. എന്തിനാ? എന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്. ഞങ്ങളുടെ സംഘടനയിലെ ചില കൊച്ചമ്മമാർക്ക് ബിയർ ചേർത്ത് ഒരു പാർട്ടി. വർമ്മയുടെ കണ്ണുകൾ കുറുകി. അത് ശ്രദ്ധിക്കാതെ അവൾ പറഞ്ഞു, കഴിഞ്ഞ തവണയും അവർ ഒരുപാട് നിർബന്ധിച്ചതാണ്. ഞാൻ ഒഴിഞ്ഞു മാറിയതാ. പക്ഷെ ഇത്തവണ അവർ വിടുന്ന ലക്ഷണമില്ല. ആർക്കെ വർമ്മയുടെ മകൾ പണമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയാൽ ആർക്കാ അതിന്റെ നാണക്കേട്? വർമ്മ അമർത്തി മോളി. നിന്റെ അക്കൗണ്ടിൽ പണമില്ലേ? ഓ, അതവിടെ കിടന്ന് പെരുകട്ടെ പപ്പ. ശരി, കോളക്കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചോ. ഞാൻ സഞ്ജയിനോട് പറഞ്ഞോളാം. താങ്ക് യു പപ്പ. അവൾ സന്തോഷത്തോടെ അയാളുടെ കൈപിടിച്ച് കുലുക്കി. അയ്യോ, നിലവിളിച്ചു പോയി വർമ്മ. ഒടിഞ്ഞോളെ. എന്റെ കൈപിടിച്ച് പിന്നെയും തിരിച്ചോടി. അവൾ പെട്ടെന്ന് പിടിവിട്ടു. സോറി പപ്പ. ആ പൊട്ടൻ ഇത്രയ്ക്ക് ഒപ്പിച്ചുവെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ശരീരമിളക്കി അവൾ മുറിവിട്ടിറങ്ങി. ശരീര സൗന്ദര്യം അപ്പാടെ പുറത്ത് കാണത്തക്ക രീതിയിൽ ടൈറ്റ് ജീൻസും മഞ്ഞ നിറത്തിലുള്ള സ്ലീവ്ലെസ് ടീഷർട്ടും മഞ്ഞ തലമുടിയും മഞ്ഞ ഗ്ലാസും മറ്റുമായിരുന്നു അവളുടെ വേഷം. വിസിറ്റിംഗ് റൂമിലെത്തിയപ്പോൾ വേലക്കാരി വന്നു പറഞ്ഞു, കുഞ്ഞിനെ കൊച്ചമ്മ വിളിക്കുന്നു. മമ്മിയോ? സബിതയുടെ മുഖം വല്ലാതെയായി. എന്തോ വൃത്തികെട്ട കാര്യം കേട്ട ഭാവം. ഞാൻ പോയെന്ന് പറഞ്ഞേര്. ഇവിടുണ്ടെന്ന് ഞാൻ പറഞ്ഞു പോയി. സ്റ്റുപ്പിഡ്. പറഞ്ഞു നിർത്തും മുമ്പ് കൈവീശി അവൾ ആ സ്ത്രീയുടെ കരണത്തടിച്ചു. നോക്ക്, വേലക്കാരി വേലക്കാരിയുടെ റോളിൽ കഴിഞ്ഞാ മതി. കവിൾ തടവിക്കൊണ്ട് ആ സ്ത്രീ അവളെ പകച്ചു നോക്കി. അത് ശ്രദ്ധിക്കാതെ എന്തോ പിറുപിറുത്തുകൊണ്ട് മമ്മി കിടക്കുന്ന മുറിയിലേക്ക് അവൾ നടന്നു. 6 മാസമെങ്കിലും ആയിക്കാണും അവൾ ആ മുറിയിലേക്ക് പോയിട്ട്. രേവതി കണ്ണു തുറന്ന് കിടക്കുകയായിരുന്നു. ആ മുറിയിലേക്ക് കാൽ വെച്ചപ്പോഴേ സബിതയ്ക്ക് മനം പുരട്ടലുണ്ടായി. കുഴമ്പിന്റെയും കഷായത്തിന്റെയും ഗന്ധം അറച്ചറച്ചാണ് അവൾ മമ്മിയുടെ കട്ടിലിനരികിൽ എത്തിയത്. മോളെ. രേവതിയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തിനാ വെറുതെ കരയുന്നത്? കരഞ്ഞു കാണിക്കാനാണോ ധൃതിപ്പെട്ട് എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? രേവതിയുടെ ചുണ്ടുകൾ വിതുമ്പി. ഇവിടിരിക്ക്. കണ്ണുകൊണ്ട് കട്ടിലിലേക്ക് ആംഗ്യം കാട്ടി. ഛേ, ഇത്ര വൃത്തികെട്ടിടത്തോ? അപ്പോൾ മമ്മി കിടക്കുന്നതോ മോളെ? മമ്മിക്ക് കിടന്നാൽ പോരെ, ബാക്കിയുള്ളവർക്ക് പുറത്തൊക്കെ സഞ്ചരിക്കാനുള്ളതാ. രേവതി മിഴികൾ ഇളക്കാതെ അവളെ തന്നെ നോക്കിക്കിടന്നു. തന്റെ മകൾ തന്നെയാണോ ഇതെന്ന് അവർ ചിന്തിച്ചിരിക്കണം. അസ്ഥി പഞ്ചരത്തിന് മുകളിൽ തൊലി കിളിർത്ത അവസ്ഥയായിരുന്നു രേവതിയുടേത്. വല്ലതും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു തുലയ്ക്ക്. എനിക്ക് വേറെ പണിയുണ്ട്. അസ്വസ്ഥതയോടെ അവൾ വാച്ചിൽ നോക്കി. എനിക്ക് പ്രിയങ്കയെ ഒന്ന് കാണണം. അയ്യടാ, അതാ ഇപ്പോൾ നല്ല കാര്യമായത്. ആവശ്യപ്പെടാൻ പറ്റിയ ഒരു കാര്യമേ.
വെട്ടിത്തിരിഞ്ഞ് തറ ചവിട്ടിക്കുലുക്കി അവൾ പുറത്തേക്ക് പോയി. രേവതി ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ആ നെഞ്ചിൻ കൂട് ക്രമാതീതമായി ഉയർന്നു താണു. സബിത ചെന്ന് ടാറ്റ ഇൻഡിക്കയിൽ കയറി. അതിന്റെ ഗ്ലാസ് മാറ്റിയിട്ടിരുന്നു. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വടിമൂപ്പിന്ന് മുറ്റത്ത് നിന്ന് അങ്ങോട്ട് വന്നു. ഈ സാധനം കൊണ്ടാണോ കൊച്ചെ പോണത്? 4 കാലയിൽ ഓടുന്നതാ, സൂക്ഷിക്കണേ, ആരുടെ നെഞ്ചത്ത് കൊണ്ട് കയറ്റരുത്. മുടിഞ്ഞ കിളവൻ. അവൾ സ്റ്റിയറിംഗ് വീലിൽ കൈകൊണ്ടിടിച്ചു. ശകുനം മുടക്കി. അകത്തെങ്ങാനും അടങ്ങൊതുങ്ങി കഴിയാനുള്ളതിന് നടക്കുക. മൂപ്പിന്ന് നെറ്റി ചുളിച്ചു. അവൾ കാർ മുന്നോട്ടെടുത്തു. പറഞ്ഞത് ഇഷ്ടപ്പെട്ട് കാണുകയില്ല. ഓ, കാറും കോപ്പും. പെറുപെറുത്തുകൊണ്ട് വടിമൂപ്പിന്ന് നീട്ടിത്തുപ്പി. ഭൂ. ഉച്ച കഴിഞ്ഞപ്പോൾ ഒരു ജീപ്പ് ആർ.കെ. വർമ്മയുടെ പോർച്ചിൽ വന്നു നിന്നു. പെയിന്റൊക്കെ ഇളകിപ്പോയി അങ്ങിങ്ങ് വെൽഡ് ചെയ്ത് പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന തകര ഷീറ്റുകൾ കാണാവുന്ന ജീപ്പ്. പക്ഷേ അതിന്റെ വേഗത കാണുന്നവർ അമ്പരക്കും. ഓരോരോ പാർട്സ് ഇളകിത്തെറിച്ചു പോകും എന്ന് തോന്നിപ്പോകും. ജീപ്പിൽ നിന്ന് ആദ്യം ഇറങ്ങിയത് ഇസ്രയേൽ ബാബു ആണ്. വാ. തിരിഞ്ഞ് ജീപ്പിലേക്ക് നോക്കി ബാബു പറഞ്ഞു. സ്റ്റിയറിംഗ് വീലിന് പിന്നിൽ നിന്ന് ഒരുവൻ ഇറങ്ങി. ഏതാണ്ട് 6.5 അടി പൊക്കവും 100 കിലോയോളം ഭാരവും തോന്നിക്കുന്ന ഒരാൾ. കനത്ത മീശ, മുഖത്ത് പഴക്കം ചെന്ന ഒരു കൂളിംഗ് ഗ്ലാസ്. ജീൻസും ടൈറ്റ് ഷർട്ടുമാണ് വേഷം. ചുണ്ടിൽ ഒരു ഗഞ്ചാവ് ബീഡി എരിയുന്നുണ്ട്. വലത് കൈയിൽ സ്റ്റീൽ വള. അയാൾ ഇറങ്ങിയപ്പോൾ ജീപ്പിന്റെ ബോഡി തെല്ലുയർന്നതുപോലെ ബാബുവിന് തോന്നി. കേറി വാ. അയാൾ സിറ്റൗട്ടിലേക്ക് കയറി. ചെരുപ്പ്. ബാബു അത് ഊരിയിടാൻ ആംഗ്യം കാട്ടി. ഉണ്ട കണ്ണുകൾ മുഴുപ്പിച്ച് ഒരു നോട്ടമായിരുന്നു അയാൾ. അതോടെ ബാബു നിശബ്ദനായി. അവന് പിന്നാലെ അയാൾ വിസിറ്റിംഗ് റൂമിൽ കയറി. വാതിലിനരികിൽ വടിമൂപ്പിന്ന് ഉണ്ടായിരുന്നു. ഇതാരാടാ ബാബുവേ, ഈ കുട്ടിയാന? ബാബു എന്തു പറയണമെന്നറിയാതെ കുഴങ്ങി. അപ്പോൾ മൂപ്പിന്ന് അയാളോട് തിരക്കി. ആരാടാ നീ? തീറ്റി മത്സരക്കാരനാണോ? ഞാനോ? ഞാൻ ആക്രി രാജപ്പ. പറഞ്ഞതും ഒറ്റ കൈകൊണ്ട് അയാൾ മൂപ്പിന്നിന്റെ മുണ്ടിന്റെ കുത്തിൽ അമർത്തിപ്പിടിച്ച് മുകളിലേക്കുയർത്തി. എന്നെ കൊന്നയെ, മൂപ്പിന്ന് നിലവിളിച്ചു. രാജപ്പ അയാളെ താഴെ നിർത്തി. ബാബു രാജപ്പയെ വർമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയപ്പോഴും മൂപ്പിന്നിന്റെ വിറയൽ വിട്ടുമാറിയിരുന്നില്ല. ആരപ്പ ഈ രാജപ്പ? പണ്ടാരമടങ്ങാൻ പേടിച്ച് മുണ്ടിൽ മുള്ളിപ്പോയെന്നാ തോന്നുന്നത്. തന്റെ മുന്നിലേക്ക് വന്ന ആ ഭയങ്കരനെ കണ്ടപ്പോൾ ആർ.കെ. വർമ്മ പോലും ഞെട്ടിപ്പോയി. ഇവൻ? വർമ്മ ബാബുവിനെ നോക്കി. നമുക്ക് പറ്റിയ ആളാണ്. രാജപ്പ ഗഞ്ചാവ് ബീഡിയുടെ കുറ്റി തറയിലിട്ട് ചവിട്ടിയരച്ചു. വർമ്മയ്ക്ക് അതൊട്ടും ഇഷ്ടമായില്ല. അപ്പോൾ ഒരു കസേര വലിച്ചിട്ട് അതിൽ അലക്ഷ്യമായിരുന്ന് ഒരു കാലിന് മുകളിലേക്ക് അടുത്ത കാൽ ഉയർത്തിവെച്ചു രാജപ്പ. വർമ്മ എന്തോ പറയാൻ ഭാവിച്ചതും മൊബൈൽ ഫോൺ ശബ്ദിച്ചു. അപ്പുറത്തുനിന്ന് കേട്ട വാർത്ത അയാളെ ഞെട്ടിച്ചു കളഞ്ഞു. നോ. അയാളുടെ ഗർജനം ഭിത്തികൾ പോലും ഏറ്റുപിടിച്ചു. അടുത്ത ഭാഗം മറ്റന്നാൾ.